വരാനുള്ള ഡിലേ വന്നേക്കുന്നത് നിങ്ങളുടെ ചിലപ്പോൾ ഡിസ്റ്റൻസിന്റെ ഒരു ചിലപ്പോൾ പ്രോബ്ലം ആയിരിക്കാം. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് കിട്ടും എന്തായാലും. നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കിട്ടും. ഓക്കെ, ഫസ്റ്റ് അവർ ടൈം ടേബിൾ തന്നിരിക്കുന്നത് രമ്യ മിസ് ആണ്. അടുത്തവർ കേൾക്കോളും, അടുത്തവർ ടീച്ചർ കേൾക്കോളൂ കേട്ടാ. കഴിഞ്ഞ ഒരു ക്ലാസ്, ഒരു ബാച്ചിന്റെ ക്ലാസ്സസ് തീർന്നു കഴിഞ്ഞപ്പോ ശരിക്കും എന്റെ ക്ലാസ് തന്നെയാണ്. ടൈം ടേബിളിന് വേണ്ടിയിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തതാണ്. ഫസ്റ്റ് ക്ലാസ് എന്റേതായിരിക്കണം, ഐ തിങ്ക് സോ. കുഴപ്പമില്ല, ഞങ്ങൾ രണ്ടുപേരും തന്നെയാണ്. എന്തായാലും അടുത്ത ക്ലാസ്സിൽ ടീച്ചർ കയറിക്കോളും. ഓക്കെ, സോ കുറച്ച് ഓൾറെഡി ലേറ്റ് ആയി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ, so we were studying about the different departments of a hospital. ഹോസ്പിറ്റലിന്റെ വ്യത്യസ്തമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ചാപ്റ്റർ തുടങ്ങിയത് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നമ്മൾ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളാണ് ഒരു ഹോസ്പിറ്റലിന്റെ മൊത്തത്തിൽ ഓവറോൾ നോക്കുമ്പോൾ നമ്മൾ ഒറ്റയടിക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കുറെ ഡിപ്പാർട്ട്മെന്റുകൾ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പല നെയിം ബോർഡുകളൊക്കെ ഹോസ്പിറ്റലിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. കുറെയൊക്കെ നമ്മൾ വായിക്കും, കുറേയൊന്നും നമുക്ക് വേണ്ട കാര്യമല്ല എന്ന് വിചാരിച്ച് നമ്മൾ സ്കിപ്പ് ചെയ്ത് അങ്ങോട്ട് പോകും. ചിലതിനെയൊക്കെ നമ്മൾ നോക്കും, എന്നിട്ട് ഇതെന്താണ് ഇവിടെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ എന്തായിരിക്കാം എന്നൊക്കെ ചിലരൊക്കെ ചിന്തിക്കുന്നൊക്കെ ഉണ്ടായിരിക്കും അല്ലെ? പക്ഷെ നമുക്ക് ഇപ്പോഴാണ് അതിന്റെ ഒരു കറക്റ്റ് ഒരു സ്ട്രക്ചർ, ഒരു ഹോസ്പിറ്റലിന്റെ സ്ട്രക്ചർ നമുക്ക് മനസ്സിലാക്കുക. ഹോസ്പിറ്റൽസിന്റെ ഡിപ്പാർട്ട്മെന്റുകളെ മെയിൻ ആയിട്ട് ബ്രോഡ്ലി ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻടു 3 മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. അതിന്റെ ഒരു സ്ട്രക്ചർ കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലാസ്സിൽ കണ്ടതാണ് ഓൺ ദ ഫസ്റ്റ് പേജ് ഓഫ് ദ ചാപ്റ്റർ അല്ലെ? And in the second chapter we were going through about the medical departments. നമ്മൾ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ, ഹോസ്പിറ്റലിന്റെ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആയ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകളെ അഗെയിൻ അതിനെ രണ്ടായി തരംതിരിച്ചു എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതേതൊക്കെയായിരുന്നു? OPD അല്ലെ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റും ആൻഡ് IPD, ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റും. And these two departments, IPD and OPD, both the departments provide its own services to the patients, those who are visiting the hospital. തീർച്ചയായിട്ടും ഇവിടെ ഹോസ്പിറ്റൽസിൽ വരുന്ന പേഷ്യൻസിന് whether they are admitted or not, അഡ്മിറ്റ് ചെയ്യുന്ന പേഷ്യൻസ് ആയിക്കോട്ടെ അല്ലാതെ എന്താ പറയാ ഡെയിലി ട്രീറ്റ്മെന്റിൽ വരുന്ന പേഷ്യൻസ് ആയിക്കോട്ടെ, the hospitals provide different kinds of inpatient services and also outpatient services by these two departments. ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റുകൾ IPD, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റും OPD, ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റും അതിൻ്റെതായ സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. And we have already seen what are the services provided by the inpatient department. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് പറഞ്ഞു. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്തൊക്കെ സേവനങ്ങളാണ് പേഷ്യൻസിന് കൊടുക്കുന്നത്? That means the patients, those who are admitted in the hospital, that means those who are hospitalized, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന പേഷ്യൻസിന് എന്തൊക്കെ തരത്തിലുള്ള സേവനങ്ങളാണ് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലെ? അവിടെ വരെയല്ലേ പറഞ്ഞത്? ഇൻപേഷ്യൻസിന് എന്തൊക്കെ സേവനങ്ങളാണ് ലഭ്യമാകുന്നത്? എന്തൊക്കെയാ? ടേൺ ഓഫ് ചെയ്തേക്കട്ടെ കേട്ടോ, ഓൾമോട്ട് കൊടുത്തേക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഡിസ്റ്റർബൻസ് വരും സൗണ്ടിന്റെ. പേഷ്യന്റ് റൂംസ്, പേഷ്യന്റ് വാർഡ്സ്, ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്, ഓപ്പറേഷൻ തിയേറ്റേഴ്സ്, ലേബർ റൂംസ് ആൻഡ് മെറ്റേണിറ്റി വാർഡ്സ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇൻപേഷ്യന്റ് ഒരു എന്താ പറയാ കോമൺ ആയിട്ടുള്ള ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻപേഷ്യന്റ് സർവീസസ് ഇൻ ഹോസ്പിറ്റലാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഓൾസോ പ്രൊവൈഡ് ഇറ്റ്സ് ഓൺ സർവീസസ് ടു ദ പേഷ്യൻസ് ഹു ആർ കമ്മിങ് ഫോർ ഡെയിലി ട്രീറ്റ്മെന്റ്. ഓരോ ദിവസവും ട്രീറ്റ്മെന്റിന് വേണ്ടി വരുന്ന പേഷ്യൻസ് നമ്മുടെ ഹോസ്പിറ്റൽസിലുണ്ട്. വരുന്നവരെ എല്ലാവരെയും പിടിച്ച് ഹോസ്പിറ്റൽസിൽ കിടക്കുന്നില്ല അല്ലെ? അക്കോർഡിംഗ് ടു ദ സീരിയസ്നെസ് ഓഫ് ദ ഇൽനെസ് ഓർ ഡിസീസസ്, ഓരോ പേഷ്യൻസും വരുമ്പോൾ അവരുടെ രോഗത്തിന്റെ ആ ഒരു ഗൗരവം ഒക്കെ മനസ്സിലാക്കിയിട്ടാണ് the doctors decide whether the patient have to be admitted or not അല്ലെ? ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യണോ വേണ്ടതെന്നൊക്കെ അവര് ചെക്ക് ചെയ്ത് കൺസൾട്ടേഷന് ശേഷമായിരിക്കും മനസ്സിലാക്കുക. So let's see what are the outpatient services provided by outpatient departments. അപ്പൊ നമുക്ക് നോക്കാം, ഓരോന്നോരോന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. Let's go through. Casualty, cardiology, dermatology, ear, nose, throat or ENT, geriatrics, gastroenterology, general surgery, hematology, obstetrics, pediatrics, neurology, oncology and ophthalmology. ഇനിയും അനേകം ഡിപ്പാർട്ട്മെന്റുകൾ നിങ്ങൾ ചിലപ്പോൾ അവിടെ കണ്ടിട്ടുണ്ടായിരിക്കാം. കാരണം ഇന്നത്തെ കാലത്ത് ഓരോ പുതിയ മേഖലകള് ഒരു എന്താ പറയാ മനുഷ്യന്റെ ഹ്യൂമൻ ബീയിങ്ങിന്റെ ബോഡിക്കകത്ത് എന്തൊക്കെ ഓർഗൻസ് ഉണ്ടോ അതിനൊക്കെ സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കേണ്ട സാഹചര്യങ്ങൾ ഇനി തുടരെ വരും
ഇപ്പൊ ഇത്രയും വരെയൊക്കെ എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്തരം ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഓരോ പ്രത്യേക ഓർഗൻസ്, നമ്മുടെ ശരീരത്തിലുള്ള ഓരോ ഓർഗൻസിനെ കുറിച്ച് എന്താ പറയാ സ്പെഷ്യലൈസ് ചെയ്ത് പഠിച്ച ആളുകളാണല്ലോ. അതിൽ സ്പെഷ്യലൈസ് ചെയ്തവരാണ് എന്തെന്ന് വിളിക്കാം, നമുക്ക് ഒരു സ്പെഷ്യാലിറ്റി ഡോക്ടർ എന്ന് വിളിക്കാം. അതർവൈസ് ബാക്കിയുള്ളവരൊക്കെ ഫിസിഷ്യൻസ് ആണ് അല്ലെ, കോമൺ ആയിട്ട് ജനറൽ ആയിട്ട് എല്ലാവരെയും ഏത് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. അവർക്ക് പറ്റിയില്ല എങ്കിൽ അവരുടെ എന്താ പറയാ ഏതെങ്കിലും പ്രത്യേക ഓർഗനെ സംബന്ധിക്കുന്ന ട്രീറ്റ്മെന്റ് ആണ് പേഷ്യന്റിന് ആവശ്യം എങ്കിൽ അവരെ അങ്ങോട്ടേക്ക് റെഫർ ചെയ്യും അല്ലെ, മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക്. അപ്പൊ അതനുസരിച്ച് ഡിപ്പാർട്ട്മെന്റുകളുടെ എണ്ണം ഇനിയും വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. സോ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന കുറച്ച് ഡിപ്പാർട്ട്മെന്റുകൾ ഇനി നമുക്കൊന്ന് നോക്കാം. കാഷ്വാലിറ്റി നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. കാഷ്വാലിറ്റി എവിടെയാണ് കാഷ്വാലിറ്റി? ഒരു കാഷ്വാലിറ്റി എവിടെയായിരിക്കും ഉണ്ടാകുക? ഒരു ഹോസ്പിറ്റലിന്റെ എവിടെയായിരിക്കും? മുക്കിലും മൂലയിലും എവിടെയെങ്കിലും കൊണ്ടുവച്ചിരിക്കുകയായിരിക്കും? ആർക്കും കാണാൻ പറ്റാത്ത സ്ഥലത്തായിരിക്കും? അല്ലല്ലേ, പെട്ടെന്ന് വിസിബിൾ ആകുന്ന, അതായത് നമുക്ക് റോഡിൽ നിന്നൊക്കെ പെട്ടെന്ന് കയറാൻ പറ്റുന്ന ഒരു ഏരിയയിലായിരിക്കും നമ്മുടെ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സിറ്റുവേറ്റ് ചെയ്തിരിക്കാം. കാഷ്വാലിറ്റി എന്ന് നമുക്ക് അറിയാം എന്താണെന്ന്. എന്താണ്? in which the department in which the patients are brought in emergency cases. തീർച്ചയായിട്ടും ഇവിടെ വരുന്ന പേഷ്യൻസ് വളരെ എമർജൻസി ട്രീറ്റ്മെന്റ് ആവശ്യമുള്ള പേഷ്യൻസ് ആയിരിക്കണം എവിടെ വരുന്നത്? കാഷ്വാലിറ്റിയിൽ. That means due to some illness or critical illness or accidents. തീർച്ചയായിട്ടും പലതരത്തിലുള്ള ഭയങ്കര ഗൗരവമേറിയ രോഗം ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റ് മൂലമുണ്ടാകുന്ന ചില കാര്യങ്ങൾക്കായിരിക്കാം എന്ത് ചെയ്യുന്നത്, കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമുക്കറിയാം. ഇനി അതിനെ കുറിച്ച് വിശദമായിട്ടൊക്കെ കുറെ ഓരോ പാരഗ്രാഫ് വൈസ് നമുക്ക് പഠിക്കാനുണ്ട്. സോ ഇപ്പൊ നിങ്ങൾ അത് എന്താന്ന് അറിഞ്ഞിരിക്കാം. മനസ്സിലായല്ലോ എന്താണ് കാഷ്വാലിറ്റി? കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ ഒരു ഹോസ്പിറ്റലിൽ അല്ലെ. വ്യക്തമായിട്ട് നമുക്ക് വീണ്ടും അതിനെക്കുറിച്ച് എക്സ്പ്ലനേഷൻസ് ഓരോ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് കൊണ്ട് ഇപ്പോഴേ നമ്മളത് പറഞ്ഞ് വീണ്ടും ഒത്തിരി സമയം പോകും. ഓക്കെ, എന്താണെന്ന് ആരെങ്കിലും കാണാത്തതുണ്ടോ? കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് എന്ന് എഴുതി വെച്ചിരിക്കുന്ന ബോർഡ് കാണാത്തവരുണ്ടോ? ഹോസ്പിറ്റൽസിലൊക്കെ നമ്മൾ പോകും, അതുപോലെ തന്നെ ബസ്സിൽ പോയാലും നമുക്ക് കാണാൻ പറ്റും അല്ലെ. എപ്പോഴും നമ്മൾ എന്താ പറയാ ബസ്സിലൂടെ പോകുമ്പോഴും ഏതെങ്കിലും മെയിൻ ഹോസ്പിറ്റൽസ് ഒക്കെ റോഡ് സൈഡിലൊക്കെ ഉണ്ടെങ്കിൽ പോലും അവിടെ ആദ്യം കാണും നമ്മുടെ കണ്ടിപ്പെടുന്നത് ചിലപ്പോൾ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. കാർഡിയോളജി പിന്നെ ഏത് ഡിപ്പാർട്ട്മെന്റാ? കാർഡിയോളജി. ദാറ്റ് മീൻസ് ദ ട്രീറ്റ്മെന്റ് വിച്ച് ഈസ് റിക്വയർഡ് ഫോർ അവർ ഹാർട്ട് അല്ലെ, നമ്മുടെ ഹാർട്ട് പ്രോബ്ലംസ്, ഹാർട്ട് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് വേണ്ടിയുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് കാർഡിയോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് അല്ലെ. സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ഓർ ദ സ്റ്റഡി വിച്ച് ഡീൽസ് വിത്ത് ഹ്യൂമൻ ഹാർട്ട്, മനുഷ്യ ഹൃദയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് കാർഡിയോളജി എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാത്തിനെയും കുറിച്ച് നമുക്ക് എക്സ്പ്ലനേഷൻസ് ഉണ്ട്. സോ ഇവിടെ നമുക്ക് ഇങ്ങനെ പറഞ്ഞ പോരെ, കൂടുതൽ വിശദീകരണത്തിന്റെ ആവശ്യമില്ലല്ലോ. ആ ഒരു എന്ത് ട്രീറ്റ്മെന്റിന് വേണ്ടിയുള്ള ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് ആ ഒരു വേർഡ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കണം. കാഷ്വാലിറ്റി കേസസ് ഓഫ് എമർജൻസീസ് ആണ്. എമർജൻസി കേസസ് ഡീൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് casualty. That means in that department the patients will be usually brought into the hospital by ambulance. തീർച്ചയായിട്ടും ഈ പറയുന്ന കാഷ്വാലിറ്റി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക് രോഗികളെ മിക്കവാറും അല്ലെ മെജോറിറ്റി ഓഫ് ദ പേഷ്യൻസ് കൊണ്ടുവരുന്നത് എങ്ങനെയായിരിക്കും? ആംബുലൻസിലോ അങ്ങനെയൊക്കെ ആയിരിക്കാം. കാരണം അത്തരം ആളുകളെയാണ് കാഷ്വാലിറ്റിയിലേക്ക് വേഗം നമുക്ക് കൊണ്ടുവന്ന് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത്. അവിടെയാണ് ആദ്യം ട്രീറ്റ്മെന്റ് കൊടുക്കുക, അത് കഴിഞ്ഞിട്ട്. അപ്പൊ അതുപോലെ തന്നെ കാർഡിയോളജി എന്ന് പറയുന്നത് ഹ്യൂമൻ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട പ്രൊവൈഡ് ചെയ്യേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. നെക്സ്റ്റ് വൺ ഡെർമറ്റോളജി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് കേട്ടിട്ടുണ്ടോ? ഡെർമറ്റോളജി എന്താ? യെസ്, അവർ സ്കിൻ ഡിസീസസ്. ഇപ്പൊ നമുക്ക് സ്കിൻ ഡിസീസസ് എന്ന് ആണ് നമ്മൾ പറയുക. പക്ഷേ ദിസ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് വേരിയസ് അതർ കൈൻഡ്സ് ഓഫ് ട്രീറ്റ്മെന്റ്. അതായത് പലതരത്തിലുള്ള മറ്റ് എയിൽമെന്റുകൾ, ദാറ്റ് മീൻസ് ട്രീറ്റ്മെന്റ് ആൾസോ പ്രൊവൈഡഡ് ബൈ ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെന്റ് സച്ച് ആസ് സ്കിൻ, ഹെയർ പ്രോബ്ലംസ്, വെനേറിയൽ ഡിസീസസ്. അതെ, സ്കിൻ പ്രോബ്ലംസ് ഒക്കെ ഇന്ന് ഡെർമറ്റോളജിയിൽ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ പറയാ നമ്മുടെ ആക്നെ, നമ്മുടെ മുഖത്തുണ്ടാകുന്ന ആക്നെ, പിന്നെ എന്താ പറയാ വെച്ചിലൊക്കെ ഈ പാണ്ട് വരുന്ന രോഗങ്ങളൊക്കെ ഇല്ലേ അത്, പിന്നെ നെയിൽ പ്രോബ്ലംസ്, വെനേറിയൽ ഡിസീസ്, ലൈംഗികപരമായിട്ടുള്ള ചില ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്ന അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങൾ, ഇതൊക്കെ ഇന്ന് ഡെർമറ്റോളജി ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് കാണാം അതെന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട്. ഇയർ നോസ് ത്രോട്ട് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ENT അല്ലെ, നമ്മൾ അതിനെ ചുരുക്കി അങ്ങനെയാണ് വിളിക്കുക. എപ്പോഴും നമുക്ക് ഒരു ആവശ്യം വേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. കൊച്ചുകുട്ടികളൊക്കെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും അറിയാം. ENT ഡിപ്പാർട്ട്മെന്റിൽ മിക്കപ്പോഴും നമ്മൾ പോകുന്ന ഒരു സ്ഥലമാണ് ചെവി വേദന, അല്ലെങ്കിൽ തൊണ്ടവേദന, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ അല്ലെ, നോസിനൊക്കെ ചിലപ്പോ വളവുണ്ടാകുക, മൂക്കിനകത്ത് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ദശ വളരുന്നതോ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന
ചില അസുഖങ്ങളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ഡോക്ടറെ കാണാനായിട്ട് മിക്കപ്പോഴും നമ്മൾ എപ്പോഴെങ്കിലും പോയിട്ടുണ്ടാകുമായിരിക്കും. തലവേദനയൊക്കെ വരുമ്പോ. അപ്പൊ ENT നമുക്കറിയാം. ജെറിയാട്രിക്സ് ആണ് അടുത്തത്. ജെറിയാട്രിക്സ് എന്താണ്? ഇറ്റ് ഈസ് എ സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റ് ഫോർ ഓൾഡ് പീപ്പിൾ അല്ലെ, അതായത് കുറച്ച് പ്രായമൊക്കെ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി മാത്രം, അങ്ങനെയുള്ള ആളുകൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുക, അവർക്ക് ക്വാളിറ്റി സർവീസസ് പ്രൊവൈഡ് ചെയ്യുക, ക്വാളിറ്റി ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക, അവരെ മാത്രം എന്താ പറയാ അവർക്ക് വേണ്ടി സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ജെറിയാട്രിക്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരു പ്രായമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ മനുഷ്യന്മാർക്ക് അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകൾ, പ്രായാധിക്യത്തിൻ്റെതായ ചില രോഗങ്ങളൊക്കെ കടന്നുകൂടാറുണ്ട് അല്ലെ. അങ്ങനെ എന്തെങ്കിലും ഉദാഹരണങ്ങൾ പറയാമോ? പ്രായാധിക്യം കൊണ്ട് ചില മനുഷ്യന്മാർക്ക് ഉണ്ടാകാവുന്ന ചില രോഗങ്ങൾ, തലചുറ്റല്, പ്രായം ചെന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന അതന്നെ തലചുറ്റൽ ഉണ്ടാകാം, BP ഉണ്ടാകാം, ഷുഗർ പ്രോബ്ലംസ് ഉണ്ടാകാം, അങ്ങനെയൊക്കെ ഓർമ്മക്കുറവ്. ഓക്കെ. അപ്പൊ അങ്ങനെ ഒത്തിരി രോഗങ്ങള് നമ്മുടെ ഈ ഓൾഡ് ഏജ് പീപ്പിളിന് അല്ലെങ്കിൽ ഒത്തിരി പ്രായമൊക്കെ ഉള്ള ആളുകൾക്ക് കടന്നുകൂടാറുണ്ട്. അവരെ മാത്രം അവർക്ക് ക്വാളിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യുക, ക്വാളിറ്റി ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെ ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ജെറിയാട്രിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഗാസ്ട്രോ എൻട്രോളജി ആണ്. ഗാസ്ട്രോ എൻട്രോളജി is the treatment or problems to for our stomach, abdominal അല്ലെ പാർട്ട് അല്ലെ, സ്റ്റൊമക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. നമുക്ക് വയറിനകത്തുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, അബ്ഡോമിനൽ പ്രോബ്ലംസ് എല്ലാം തന്നെ എന്താ പറയാ സോൾവ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഗാസ്ട്രോ എൻട്രോളജി. സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസ് ആണ്. നമുക്ക് സ്റ്റൊമക്കിനകത്ത് ലാർജ് ഇൻഡസ്റ്റൈൻ അല്ലെ, സ്മോൾ ഇൻഡസ്റ്റൈൻ, അങ്ങനെയൊക്കെ കുറെ ഓർഗൻസ് ഒക്കെ ഉണ്ട്, നമ്മൾ പഠിക്കും. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. ഇപ്പൊ നിങ്ങൾ ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പേര് കേൾക്കുമ്പോൾ അത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തതാണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ഒറ്റ വേർഡില് എമർജൻസി ആണ് കാഷ്വാലിറ്റിയില്, കാർഡിയോളജി ഹാർട്ട് ആണ്, ഡെർമറ്റോളജി സ്കിൻ നെയിൽസ് ഹെയർ പ്രോബ്ലംസ്, അങ്ങനെ ENT ഇയർ നോസ് ത്രോട്ട് പ്രോബ്ലംസ് ആണ് സാധാരണ ഉണ്ടാവുക. ജെറിയാട്രിക്സ് ഓൾഡ് ഏജ് പീപ്പിളിന് ട്രീറ്റ്മെന്റ്. ഓക്കെ, അങ്ങനെ ഓർത്തിരിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. ക്ലിയർ ആയോ പറയുന്നത്? മനസ്സിലാവുന്നുണ്ടോ? ആർക്കെങ്കിലും കിട്ടാത്തത്? ഞാൻ ഭയങ്കര സ്പീഡിൽ പോയത് പോലെ തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ, സ്പീഡല്ല. ഇത് നമ്മൾ ഇതിന്റെ ആ ഒരു കാര്യം ജസ്റ്റ് പറയുന്നുള്ളൂ. ഇതിന്റെ എക്സ്പ്ലനേഷൻസ് താഴെയാണ്. അപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണേ, കാരണം നമുക്കത് അറിയില്ലല്ലോ. ഹൗ യു വിൽ ഫോളോ മീ എന്നെനിക്ക് അറിയില്ല. നിങ്ങൾ പറയുമ്പോഴാണ് നമുക്കത് ക്ലിയർ ആകുന്നുള്ളൂ. ഓക്കെ, യെസ്. ഇനി അടുത്തത് ജനറൽ സർജറി ആണ്. ജനറൽ സർജറി എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ കോമൺ ആയിട്ട് ഉണ്ടാകുന്ന ചില, അതായത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾക്കുള്ള സർജറീസ് അല്ല, അതല്ലാതെ വരുന്ന ചില ജനറൽ ആയിട്ടുള്ള സർജറീസ് ആണ്. ഓക്കെ, ജെറിയാട്രിക്സ് ഓൾഡ് ഏജ് പീപ്പിളിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്, ക്വാളിറ്റി ട്രീറ്റ്മെന്റ് കൊടുക്കുക. അതായത് വയസ്സായ ആളുകളെ നമ്മൾക്കറിയാം, നമ്മൾ സാധാരണ വയസ്സായവരെയും എവിടെയൊക്കെ കൊണ്ടുപോകാറുണ്ട്? സാധാ ആൾക്കാരെ കാണിക്കുന്ന ഡോക്ടേഴ്സിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാറുണ്ട്. പക്ഷേ അവർക്ക് കുറച്ചുകൂടി ക്വാളിറ്റി ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് കുറച്ചുകൂടി നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കിട്ടണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവരെ എന്താ പറയാ ഈ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു മേഖലകളിലേക്ക് കൊണ്ടുപോകാറുണ്ട്. ഇന്ന് അതാണ് ഞാൻ ഫസ്റ്റ് ബിഗിനിങ്ങിൽ പറഞ്ഞത്. ഇന്ന് ഏതൊക്കെ കാര്യങ്ങളിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കൂടുതൽ ക്വാളിറ്റി സർവീസസ്, ക്വാളിറ്റി ട്രീറ്റ്മെന്റ് പേഷ്യൻസിന് കൊടുത്ത് ഓരോ ഹോസ്പിറ്റൽസും അതിൻ്റെതായ ഗുഡ്വിൽ നിലനിർത്താൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കും. അപ്പൊ ഇങ്ങനെ, അതായത് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാകുന്ന രീതിയിലുള്ള ഓരോ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് ഓരോ ബിസിനസ്സുകാരനും ഈ സമൂഹത്തിൽ പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ അല്ലെ. ഞാൻ മറ്റുള്ളവർ കൊടുക്കുന്ന പോലത്തെ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാ? നമ്മളിപ്പോ ഒരാള് പ്രൊവൈഡ് ചെയ്യുന്ന ബിസിനസ്സിൽ ഒരു സേവനം കൊടുക്കുന്നത് അത് തന്നെ എല്ലാവരും കൊടുത്തുകൊണ്ടിരുന്നാൽ ശരിയാവില്ല. മറ്റുള്ളവരിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് കൊടുക്കണം. ഓരോ ഹോസ്പിറ്റൽസും ഇന്ന് കൂടുതൽ ടെക്നോളജി ഉപയോഗിച്ച് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോ പ്രത്യേക മേഖലകളെ മാത്രം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പൊ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുടെ ഭാരവും കുറയ്ക്കാം, അതോടൊപ്പം തന്നെ ഇവർക്ക് ക്വാളിറ്റി ട്രീറ്റ്മെന്റ് കിട്ടുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെ പ്രായം ചെന്നവർക്ക് ഉണ്ടാകാവുന്ന കോമൺ ആയിട്ടുള്ള ഡിസീസസുകളെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ജെറിയാട്രിക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ക്ലിയർ ആയോ? ആരോ ചോദിച്ചതുകൊണ്ടാണ് ഞാൻ വീണ്ടും മുകളിലേക്ക് എനിക്ക് പോകേണ്ടി വന്നത്. ജെറിയാട്രിക്സ് എന്ന് പറയുന്നത് ഇസ് ഇറ്റ് ക്ലിയർ നൗ? ജെറിയാട്രിക്സ് ക്ലിയർ ആയോ? ആരോ ചോദിച്ചു, ആളുടെ പേര് ഞാൻ പെട്ടെന്ന് ക്യാച്ച് ചെയ്തില്ല. ഗ്യാസ്ട്രോ എൻട്രോളജിയും നമ്മൾ പറഞ്ഞു. സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ളത് ഉദര സംബന്ധമായ രോഗങ്ങളാണ്. ഉദരത്തിൽ എന്തൊക്കെയോ അസുഖങ്ങൾ വരുന്നത്. മോസ്റ്റ് ഓഫ് ദ ഡിസീസസ് നമുക്ക് പുറമേ വരുന്നതില്ലേ, ഏറ്റവും കൂടുതൽ നമ്മുടെ സ്റ്റൊമക്ക് അഫക്റ്റഡ് ആയിട്ടുള്ള ഡിസീസസ് കൊണ്ടാ വരിക. കൂടുതലും ചിലപ്പോഴൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് തലവേദന,
അല്ലെ? ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് വരുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളിപ്പോ രാവിലത്തെ ഫുഡ് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഫുഡ് സ്കിപ്പ് ചെയ്തു, കഴിക്കാതെ നമ്മൾ പോയി, അപ്പൊ നമുക്ക് ഇങ്ങനെ ഗ്യാസ് പോകും. കുറച്ചു നേരം കഴിയുമ്പോൾ എന്താ പറ്റുക പറയും, ഭയങ്കര തലവേദന അനുഭവപ്പെടും അല്ലെ? അപ്പൊ തലവേദന അനുഭവപ്പെടും. കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചുമ്പോൾ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കഴിയുമ്പോൾ അത് റിലാക്സ്ഡ് ആയി. തലവേദന എവിടെ, തലവേദനയ്ക്ക് മരുന്നൊന്നും കഴിച്ചില്ല, പക്ഷെ തലവേദന ഓട്ടോമാറ്റിക്കലി പോകും. അത് അങ്ങനെയാണ്. അത് ചില റിയാക്ഷൻസ് ആണ്, നമ്മുടെ വയറിനുണ്ടാകുന്ന ചില പ്രശ്നങ്ങളുടെ റിയാക്ഷൻസ് ആണ്. ഇതുപോലെ ചിലപ്പോൾ ചിലർക്ക് വൊമിറ്റിംഗ് ടെൻഡൻസി ആയിട്ടായിരിക്കും വരിക. ഒത്തിരി പേർക്ക് തലവേദനയായിട്ട് വരുന്നവരുണ്ട്, വയറുവേദനയായിട്ട് വരുന്നവരുണ്ട്, അങ്ങനെയൊക്കെ. അപ്പൊ സ്റ്റൊമക് റിലേറ്റഡ് ആയിട്ടുള്ള അബ്ഡോമിനൽ പാർട്സിന്റെ ഡീൽ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ അഫക്ട് ചെയ്യുന്ന രീതിയിലുള്ള രോഗങ്ങൾക്കാണ് നമ്മൾ ഗ്യാസ്ട്രോഎൻട്രോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഇനി ജനറൽ സർജറിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് നമ്മളുടെ ഓക്കെ, അൾസർ പോലെയൊക്കെ വരുന്നത് ഗ്യാസ് ഒക്കെ കുറെ നാളുകളൊക്കെ നമ്മളിങ്ങനെ കാണാതെ വെച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുക, കുറെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ സ്വയം ഡോക്ടേഴ്സ് ആകും അല്ലെ? ഡോക്ടറിന് പഠിച്ചില്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ഡോക്ടർ ആകുന്ന പല സാഹചര്യങ്ങളുണ്ടല്ലോ. നമ്മളെ ട്രീറ്റ് ചെയ്യാൻ മോസ്റ്റ് ഓഫ് ദ ലേഡീസ് ആയിരിക്കും, അല്ലെങ്കിൽ അച്ഛനമ്മമാര്, അവര് സ്വന്തമായിട്ട് ഒന്നും ശ്രദ്ധിക്കില്ല. മക്കൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ അസുഖം വന്നു കഴിഞ്ഞാൽ വേഗം എടുത്തോണ്ട് ഓടും, വേഗം ഒന്ന് കാണിക്കും അല്ലെ? നമുക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ നമ്മൾ സ്വന്തമായിട്ട് ഡോക്ടറാകും. 1-2 ദിവസമൊക്കെ നമ്മളുടേതായ രീതിയിലുള്ള മരുന്നൊക്കെ നമ്മൾ എടുത്ത് കഴിക്കും അല്ലെ? അവിടെ ഇരിക്കുന്ന പാമ്പ് കുറെ എടുത്ത് തേച്ചു, ഇവിടെ ഇരിക്കുന്നത് തേച്ചു, എവിടെയെങ്കിലുമൊക്കെ കുറച്ച് മരുന്ന് ഗുളിക ഒക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതെടുത്ത് കുറെ വാരി കഴിച്ചു. എന്നിട്ട് നമുക്ക് ഒതുങ്ങാണ്ടാവുമ്പോ അല്ലെങ്കിൽ ഒട്ടും നമുക്ക് പറ്റാണ്ടാവുമ്പോ നമ്മൾ അവസാനം ഇവിടെ തന്നെ പോകുമ്പോൾ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. ഓക്കെ, അങ്ങനെ നമ്മൾ സ്വയം ചികിത്സിച്ച ഡോക്ടേഴ്സ് ആയ നമ്മളുടെ ചികിത്സ ശരിയാവില്ല. അങ്ങനെ പിന്നീട് വരുമ്പോ അത് നമ്മൾ എന്താ പറയാ, ചില കാരണന്മാര് പറയില്ലേ, ചില ചൊല്ല് പറയുന്ന പോലെ സൂചിക്ക് എടുക്കേണ്ടത് തൂമ്പയ്ക്ക് എടുക്കുന്നത് വരെ നമ്മൾ വെച്ചുകൊണ്ടിരിക്കും അല്ലെ? ചിലപ്പോ അത് ബിഗിനിങ് സ്റ്റേജിലൊക്കെ നമുക്ക് പെട്ടെന്ന് ക്യൂർ ചെയ്യാൻ പറ്റുന്ന അസുഖങ്ങളായിരിക്കാം, പക്ഷെ നമ്മൾ അത് വേണ്ട അല്ലെങ്കിൽ കണ്ടില്ല എന്ന് വിചാരിച്ച് അപ്പോഴേക്കും അത് അതിന്റെ നമ്മളെ കൊണ്ട് പറ്റാത്ത രീതിയിലേക്ക് അത് പോയിട്ടുണ്ടാകാം. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ്. പിന്നെ എന്താണ് ജനറൽ സർജറി, വിച്ച് ഫോക്കസ് ഓൺ എലിമെന്ററി കനാൽ, അതുപോലെ തന്നെ അബ്ഡോമിനൽ കണ്ടൻസ്, നമ്മുടെ ഉദര സംബന്ധമായിട്ടുള്ള ചില സർജറീസ് ആണ് ഉദ്ദേശിക്കുന്നത്. അബ്ഡോമിനൽ ആയിട്ടുള്ള ഉള്ളില് ലാർജ് ഇൻറ്റസ്റ്റൈനോ അല്ലെങ്കിൽ ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനോ ഒക്കെ ഉണ്ടാകുന്ന പലതരത്തിലുള്ള സർജറിയിലൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതാണ്. പിന്നെ എലിമെന്ററി കനാൽ, നമ്മുടെ ഫുഡൊക്കെ പോകുന്ന വഴിയൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ആ കനാലിനകത്ത് അതിന്റെ അകത്ത് ഉണ്ടാകുന്ന ചില പ്രോബ്ലംസ്, അതിലൊക്കെ ഉണ്ടാകുന്ന സർജറീസ് ആണ് ജനറൽ സർജറി എന്ന് പറയുന്നത്. കൂടുതൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഓർത്തിരിക്കുക, എലിമെന്ററി കനാൽ അബ്ഡോമിനൽ പാർട്സിൽ ഉണ്ടാകുന്ന സർജറിയിൽ ഫോക്കസ് ചെയ്യുന്നതാണ് ജനറൽ സർജറി എന്ന് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? എലിമെന്ററി കനാൽ അബ്ഡോമിനൽ സർജറീസ് ഫോക്കസ് ചെയ്യുന്നതാണ് ജനറൽ സർജറി എന്ന് പറയുന്ന, അതായത് കോമൺ ആയിട്ടുള്ള ഒരു എന്താ പറയാ സർജറികളൊക്കെ നടക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. മറ്റേതെങ്കിലുമൊക്കെ തരത്തിൽ ഇപ്പൊ ചെവിക്ക് എന്തെങ്കിലും പ്രോബ്ലം വന്നു, തലയ്ക്ക് അങ്ങനെയൊക്കെ വരുമ്പോ അതൊക്കെ വേറെ വിഭാഗത്തിലേക്ക് പോകും. അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ മോസ്റ്റ് ഓഫ് ദ എന്താ പറയാ ഡിസീസസിന്റെ റൂട്ട് കോസ് കിടക്കുന്നത് ഈ വയറിനകത്തേക്ക് ആയിരിക്കും. ചിലപ്പോൾ അതൊക്കെ ഓപ്പറേഷൻ ഒക്കെ സർജറി ഒക്കെ ചെയ്ത് കണ്ടുപിടിക്കുമ്പോഴായിരിക്കും വേറെ ഏതെങ്കിലും അത് റിലേറ്റഡ് ആയിട്ട് വേറെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുക. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അങ്ങനെ സർജറീസ് ഒക്കെ നടത്തി കഴിയുമ്പോഴായിരിക്കും അതറിയാം ഇന്നത് കൂടി ആളുടെ അടുത്ത് രോഗമുണ്ട് എന്നുള്ളത്. പിന്നീടായിരിക്കും നമുക്ക് അതിന് ചികിത്സ കൊടുക്കാൻ പറ്റുക. അങ്ങനെയുള്ള സാധാരണ രീതിയിലുള്ള സർജറിയിൽ ഫോക്കസ് ചെയ്യുന്നതാണ് ജനറൽ സർജറി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഹെമറ്റോളജി ആണ്. വാട്ട് വിൽ ബി ഹെമറ്റോളജി ഡിപ്പാർട്ട്മെന്റ് എന്തിനുള്ളതായിരിക്കാം? സ്റ്റഡി ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് സെൽസ് അല്ലെ? നമ്മുടെ രക്തങ്ങളും കോശങ്ങളെ കുറിച്ചിട്ടുള്ള എന്താ പറയാ പഠനം അല്ലെ? സ്റ്റഡി ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് സെൽസ്. ബ്ലഡ് സെൽസ്, വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ട്, റെഡ് ബ്ലഡ് സെൽസ് ഉണ്ട്, പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്. അങ്ങനെ ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ രോഗങ്ങൾക്കും വേണ്ടിയുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. നമുക്കറിയാം ചില രോഗങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണമെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടാണ് അല്ലെ? അപ്പൊ അത് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകാവുന്ന പല രോഗങ്ങളൊക്കെ ഈ പറയുന്ന ഹെമറ്റോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലാണ് എന്ത് ചെയ്യുന്നത്, ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. ഹെമറ്റോളജി is the study or branch of department which deals with the blood or blood cells. രക്തകോശങ്ങൾ തമ്മിലോ അല്ല അങ്ങനെ ഉണ്ടാകുന്ന ചില കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഹെമറ്റോളജി. നെക്സ്റ്റ് വൺ ഒബ്സ്റ്റെട്രിക്സ് ആണ്. ഒബ്സ്റ്റെട്രിക്സ്, എനിബഡി ഹാവ് ഹെർഡ് അബൌട്ട് ഇറ്റ്? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ്? യെസ്, പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ എന്താ, വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി? ഈസ് ദർ എനി റിലേഷൻ? എന്തെങ്കിലും ബന്ധമുണ്ടോ? അപ്പൊ ഗൈനക്കോളജി തന്നെയാണോ ഒബ്സ്റ്റെട്രിക്സ്? ആർക്കെങ്കിലും പറയാമോ?
രണ്ടും ഒന്ന് തന്നെയാണോ? ഒബ്സ്റ്റട്രിക്സും ഗൈനക്കോളജിയും ഒന്നാണോ? അല്ലല്ലോ. ആണോ അല്ലയോ? അല്ല. ഗൈനക്കോളജിയുടെ ഒരു സബ് സ്പെഷ്യാലിറ്റി ആണ്. ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു സ്പെഷ്യാലിറ്റി, അതായത് അതിന്റെ ഒരു എന്താ പറയാ സബ് സ്പെഷ്യാലിറ്റി. അതായത് നമുക്ക് എന്താ സബ് സ്പെഷ്യാലിറ്റി എന്നൊക്കെ എന്താ പറയാ, ഒരു അതിന്റെ ഒരു വകഭേദം. ഗൈനക്കോളജി മെയിൻ ഡിപ്പാർട്ട്മെന്റ്, അതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു സബ് സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റ് ആണ് ഒബ്സ്റ്റട്രിക്സ്. ഇവിടെ എന്താണെന്ന് അറിയാമോ? ഈ ഒബ്സ്റ്റട്രിക്സ് മെയിൻലി ഡീൽസ് വിത്ത് പ്രഗ്നൻസി ഉണ്ട്, before birth of the child, after birth of the child, that means postpartum period. പോസ്റ്റ്പാർട്ടം പീരീഡും അതുപോലെ തന്നെ പ്രീ പ്രഗ്നൻസി അതായത് പ്രീ ബർത്ത്, കുട്ടി ഉണ്ടാകുന്നതിന് മുൻപ് തുടങ്ങി ഒരു അമ്മയാകാൻ തുടങ്ങുന്ന സ്റ്റേജ് മുതൽ ചില സ്ത്രീകൾക്ക് ഇന്ന് അതിനൊക്കെ ഒത്തിരി സാധ്യതകളാണ് ഈ ഒബ്സ്റ്റട്രിക്സ് ഡിപ്പാർട്ട്മെന്റിനൊക്കെ. പണ്ടൊന്നും ഇതിനൊന്നും വലിയ പ്രാധാന്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഗൈനക്കോളജി അത്രേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ പ്രസവം എടുക്കാറാവുമ്പോ അല്ലെങ്കിൽ ഒരാള് ക്യാരിങ് ആണെന്ന് ഒരു പെൺകുട്ടി മനസ്സിലാക്കി കഴിഞ്ഞാൽ പറയും ഇടയ്ക്കൊക്കെ, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ആ സമയമാകുമ്പോഴൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഡോക്ടറെ അടുത്ത് പോകുക, അതൊക്കെ വെച്ചുകൊണ്ടായിരിക്കും അല്ലെ. ഇപ്പൊ എന്ന് വെച്ചാൽ തുടക്കമേ തുടങ്ങി നമ്മൾ പോയിട്ട് ഡോക്ടറെ കാണിക്കുന്നു, പിന്നീട് അവർ പറയുന്ന അനുസരിച്ച് ഫോളോ അപ്പിന് വേണ്ടി മാസത്തിലോ അങ്ങനെയൊക്കെ ചെല്ലുന്നു. അടുത്താറൊക്കെ ആവുമ്പോഴേക്കും എന്താ പറയാ ആഴ്ചയിലൊക്കെ ചെല്ലാൻ പറയും അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അതെല്ലാം അവിടെ തന്നെ കഴിഞ്ഞിരുന്നു. അതിനുശേഷം പിന്നെ കുട്ടിയൊക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കുട്ടിയുടെ ബർത്ത് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യും? 2-3 ദിവസം അവിടെ കിടത്തും. അതിനുശേഷം നമ്മളെ വീട്ടിൽ പറഞ്ഞു ഡിസ്ചാർജ് ചെയ്ത് വിടും. ആൻഡ് ആഫ്റ്റർ ദ ട്രീറ്റ്മെന്റ്, ആ കുട്ടി ഉണ്ടായി കഴിഞ്ഞതിന് ബാക്കിയുള്ള ട്രീറ്റ്മെന്റ് എവിടെയും നടക്കുക? നമ്മുടെ വീടുകളിലാണ് നടക്കുക അല്ലെ. അമ്മൂമ്മമാരോ ഒക്കെ ആയിരിക്കും വന്നിട്ട് കൊച്ചിനെയും അമ്മേനെയും ഒക്കെ കുളിപ്പിക്കുന്നതും അവർക്ക് വേണ്ട ഫുഡ് കൊടുക്കുന്ന രീതിയിലും ഒക്കെ അവർക്ക് ഒരു രീതിയൊക്കെ ഉണ്ട്, മരുന്ന് കൊടുക്കുന്നതും. അത് പിന്നീടുള്ള ഹെൽത്ത് കാര്യങ്ങളൊക്കെ കുട്ടിയുടെ അമ്മയുടെ ഒക്കെ നോക്കുന്നത് വീട്ടിലുള്ള ചില പ്രായം ചെന്ന അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവര് അല്ലാന്നുണ്ടെങ്കിൽ ആരെങ്കിലൊക്കെ വിളിച്ചു നിർത്തിയിട്ടായിരിക്കും അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുക അല്ലെ. ഒരു എമൗണ്ട് കൊടുത്തിട്ട് അവരെ നിർത്തും. അതേസമയം ഇന്ന് ഇത്തരം കാര്യങ്ങൾ ആഫ്റ്റർ ചൈൽഡ് ബർത്ത് കഴിഞ്ഞാലും ലേഡീസിന് അവരുടേതായ ബോഡി സ്ട്രക്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യാനും അവരുടെ എന്താ പറയാ ബ്യൂട്ടി, അതായത് അവരുടെ അപ്പിയറൻസ് ഒക്കെ നിലനിർത്താൻ മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ കൂടി വേണ്ടിയിട്ട് ഇന്ന് ഇതൊരു പാക്കേജ് പോലെ കൊടുക്കുന്നത് ഗൈനക്കോളജിയുടെ സബായിട്ട്. അതിനെയാണ് ഒബ്സ്റ്റട്രിക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയാം. പ്രഗ്നൻസി, ഡ്യൂറിംഗ് ദ ബർത്ത് ആൻഡ് ആഫ്റ്റർ ചൈൽഡ് ബർത്ത്. മീൻസ് ഈ ആഫ്റ്റർ ചൈൽഡ് ബർത്തിനെ പറയുന്ന പേരാണ് പോസ്റ്റ്പാർട്ടം പീരീഡ് കേട്ടോ. കുട്ടി ജനിച്ചതിന് ശേഷവും അവിടെ തന്നെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു. അമ്മയ്ക്കും കൊച്ചിനും ഒക്കെ ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ ആശയമുള്ളവർക്ക് അതങ്ങനെ രീതിയിൽ ചെയ്യാം. അവിടെ തന്നെ ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം ആ കുട്ടിയെയും അമ്മയെയും കുളിപ്പിക്കുന്നതും അവരുടെ എല്ലാ കാര്യങ്ങളും 1 മാസത്തോളം അങ്ങനെ 10-28 ദിവസം അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നത്. അത് ഡിപ്പെൻസ് അപ്പോൺ അവരുടെ ആവശ്യപ്രകാരം അത് അവർക്ക് ചെയ്യാം. ആ ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രം വീട്ടിലേക്ക് പോന്നാൽ മതിയാകും. ഓക്കെ, അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ഒബ്സ്റ്റട്രിക്സ് ഡിപ്പാർട്ട്മെന്റ്. കാര്യം എന്താണെന്ന് മനസ്സിലായോ? ഒബ്സ്റ്റട്രിക് ഡിപ്പാർട്ട്മെന്റ് എന്താണ് കൊടുക്കുന്നത് മനസ്സിലായി? ഗൈനക്കോളജിയില് ഒരു പ്രഗ്നൻസി പീരീഡിൽ കൊടുക്കേണ്ടതായിട്ടുള്ള ട്രീറ്റ്മെന്റും കുട്ടി ജനിക്കുന്നത് വരെ അവിടെ വരുള്ളൂ. അവിടെ എന്ത് ചെയ്തു? ഗൈനക്കോളജി. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ സ്ത്രീകൾക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് കാര്യങ്ങൾ ഗൈനക്കോളജിയിൽ നമ്മൾ കാണിക്കും. സ്ത്രീകളുടെ നമുക്കറിയാം, സ്ത്രീകളുടെ ഒരു പീരീഡ്, ലൈഫ് പീരീഡ് എന്ന് പറയുന്നത്, ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എന്താ പറയാ ഫോളോഡ് ബൈ ഡിഫറെന്റ് ചേഞ്ചസ്. നമുക്കറിയാം ഓരോ പ്രത്യേക സ്റ്റേജുകളിലൂടെ കടന്നു പോകുന്നതാണ് ഒരു ലൈഫ് സ്പാൻ ഓഫ് ഒരു ചൈൽഡ്. when a child is a girl അല്ലെ, ഒരു പെൺകുട്ടിയായിട്ട് ജനിച്ചു കഴിഞ്ഞതിന് ശേഷം ആ ഒരു ലൈഫ് സ്പാൻ കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ ഷീ overcomes the different changes in her life. തീർച്ചയായിട്ടും ഒത്തിരി മാറ്റങ്ങൾക്ക് വിധേയമാണ് സ്ത്രീകളുടെ ശരീരം എന്ന് പറയുന്നത്. അപ്പൊ അത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നേരിടുന്ന കുട്ടികൾ തുടങ്ങി, അതായത് നമുക്കറിയാം പീരീഡ്സ് ഒക്കെ ആകുന്നത് തുടങ്ങി, മെൻസ്ട്രുവേഷൻ പീരീഡ് ഒക്കെ തുടങ്ങി ഉണ്ടാകുന്ന പല കാര്യങ്ങൾക്കും കുട്ടികളെ കാണിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഗൈനക്കോളജി. അത് കഴിഞ്ഞു അതിനുശേഷം കുട്ടി ജനിച്ചതിനു കൂടി ശേഷം കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകളും പ്രൊവൈഡ് ചെയ്യുന്നത് ഗൈനക്കോളജിയിലല്ല, അത് ഒബ്സ്റ്റട്രിക്സ് ഡിപ്പാർട്ട്മെന്റിലാണ്. മനസ്സിലായോ എല്ലാവർക്കും? ആ ഡിപ്പാർട്ട്മെന്റ് ഏതാണെന്ന് ഒന്ന് എനിക്ക് പറഞ്ഞ് ക്ലിയർ ആക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് മനസ്സിലായോ എന്ന് ചോദിക്കണേ. ഇസ് ഇറ്റ് ക്ലിയർ? ആരുമില്ല? ഓക്കെ, മനസ്സിലായി. അടുത്തത് എന്താ? പീഡിയാട്രിക്സ്. ഇതും നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ചിൽഡ്രൻ ഡിസീസസിന് വേണ്ടിയിട്ട്, കുട്ടികൾക്ക് ഉണ്ടാകാവുന്ന സാധാരണ രോഗങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പോകുന്ന ഒരു
ഡിപ്പാർട്ട്മെന്റ് ആണ്, ശിശു രോഗ വിദഗ്ധം അല്ല വിഭാഗമാണ് അല്ലെ പീഡിയാട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ന്യൂറോളജി. എന്താ ന്യൂറോളജി? ന്യൂറോളജി കേട്ടിട്ടുണ്ടോ? The treatment which is provided for our nervous system അല്ലെ, നമ്മുടെ നാഡീവ്യവസ്ഥകൾ അല്ലെ, നെർവസ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ബ്രെയിന് അതുപോലെ തന്നെ നാഡീവ്യവസ്ഥകളെല്ലാം തന്നെ അതിനകത്ത് വരുന്നതാണ്. അപ്പൊ നാഡീ സംബന്ധമായിട്ടുള്ള എല്ലാ രോഗങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ന്യൂറോ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ, അടുത്തത് എന്താ? ഓങ്കോളജി. ഓങ്കോളജി കേട്ടോ? The department which treats different types of cancers അല്ലെ, തീർച്ചയായിട്ടും അത് തന്നെയാണ്. ക്യാൻസർ, വിവിധങ്ങളായിട്ടുള്ള ക്യാൻസറുകൾ ഉണ്ട് ഇന്ന്, പല രീതിയിലൊക്കെ വരുന്നുണ്ട്. പല ഏതൊക്കെ ഓർഗനൊക്കെ ഉണ്ടോ ആ ഓർഗൻസിലൊക്കെ വരുന്ന ഒരു കാര്യമായിട്ട് തീർന്നിരിക്കുന്നു ഇന്ന് ഈ പറയുന്ന രോഗം. അതൊക്കെ നമ്മളുടെ എന്താ പറയാ, നമ്മളുടെ തന്നെ ലൈഫ് സ്റ്റൈലും അതുപോലെ തന്നെ ഒത്തിരി ഘടകങ്ങൾ അതിനകത്തുണ്ട്. നമ്മളുടെ ലൈഫ് സ്റ്റൈല്, നമ്മൾ കഴിക്കുന്ന ഫുഡ് ഐറ്റംസ്, ഒത്തിരി കാര്യങ്ങൾ അതിന് കാരണങ്ങളായിട്ട് വരുന്നുണ്ട്. അപ്പൊ ആ പല ഓർഗൻസിനെയും ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് തീർന്നിരിക്കുന്നു ഇന്ന് ക്യാൻസർ എന്ന് പറയുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്യാൻസേഴ്സ് ട്രീറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ഓങ്കോളജി എന്ന് പറയുന്നത്. ആൻഡ് ഒഫ്താൽമോളജി, ഒഫ്താൽമോളജി ആയിട്ടുണ്ടോ? യെസ്, ഐ റിലേറ്റഡ് ഐ പ്രോബ്ലംസിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. നമ്മുടെ കണ്ണുകൾക്ക് ഉണ്ടാകുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഓഫ്താൽമോളജി എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ ഡിഫറെന്റ് ഔട്ട് പേഷ്യന്റ് സർവീസസ് പ്രൊവൈഡഡ് ബൈ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ നമ്മളുടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തതില് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻപേഷ്യന്റ് സർവീസസും ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഔട്ട് പേഷ്യന്റ് സർവീസസും നമ്മളിന്ന് കണ്ടു അല്ലെ. ഇതൊക്കെ കുറേയൊക്കെ അവിടെ തന്നിട്ടുണ്ട്. ആൻഡ് ലെറ്റ്സ് ഗോ ത്രൂ ദ എക്സ്പ്ലനേഷൻസ്. ഇവരിലോ ഇതിന്റെ തന്നെ എക്സ്പ്ലനേഷൻസ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ താഴെ എന്താ പറയാ കൂടുതൽ എക്സ്പ്ലെയിൻഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. കൂടാതെ ഇതിന്റെയൊക്കെ ചില മെയിൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ടും പഠിക്കാനുണ്ട് എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ സിലബസ് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. റൈറ്റ്, മനസ്സിലായിരുന്നോ? സിലബസ് ഒക്കെ കിട്ടിയോ? കുറെ പേർക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അത് ഗൂഗിൾ ക്ലാസ് റൂമിൽ തന്നിട്ടുണ്ടാവുമല്ലോ അല്ലെ. അപ്പൊ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഉള്ള സിലബസ്. അതൊക്കെ കാണാത്തവര് ജസ്റ്റ് കാണണേട്ടോ. ഇപ്പോഴും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. ഇനി മീതെ കൂടുതൽ ക്ലാസ്സുകൾ ഇങ്ങനെ വരുമ്പേ എല്ലാ ദിവസത്തെയും ക്ലാസ് ഇങ്ങനെ വന്ന് വോളിബോളി വന്നപ്പോ നിങ്ങൾ ബാക്കിൽ ഏറ്റവും ആദ്യം നമുക്ക് സെൻഡ് ചെയ്തിരിക്കുന്ന ആ നോട്ട്സോ അല്ലെങ്കിൽ അത്തരം ഇൻഫോർമേഷൻസോ ഒക്കെ അവിടെ പോകും. അത് നിങ്ങൾ കാണില്ല. പിന്നീട് കുറെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓരോ സംശയമായിട്ടൊക്കെ ഇങ്ങനെ വരും. അപ്പൊ അതുകൊണ്ട് അന്നന്ന് നിങ്ങൾക്ക് തരുന്ന നിർദ്ദേശങ്ങളായിക്കോട്ടെ, ക്ലാസ്സസ് ആയിക്കോട്ടെ, മോക്ക് ടെസ്റ്റുകളായിക്കോട്ടെ, അതൊക്കെ കൃത്യമായിട്ട് അതൊക്കെ ഒന്ന് കേൾക്കാനും കാണാനൊക്കെ ഒന്ന് ശ്രമിക്കുക. അല്ലെങ്കിൽ ഇവിടെ നിന്ന് കൊടുക്കുന്ന ചില ഇൻസ്ട്രക്ഷൻസ് അതിനുള്ളിലൊക്കെ മിസ്സായി പോകും. അപ്പൊ നിങ്ങൾ പിന്നീട് സംശയമാകും. ഓക്കെ, ഗൂഗിൾ ക്ലാസ് റൂമിലാണ് നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നത് അല്ലേ? അങ്ങനെയല്ലേ? നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും അതുപോലുള്ള കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പരസ്പരം അങ്ങോട്ട് ഷെയർ ചെയ്തൊന്ന് എന്താ പറയാ ഡീൽ ചെയ്യാനായിട്ട് നോക്കുക. അത്തരം ഡൗട്ട്സ് ഉള്ളവർക്കൊന്ന് ക്ലിയർ ചെയ്യാനായിട്ട് നോക്കുക. എല്ലാ ദിവസവും ഡെയിലി ക്ലാസ്സുകൾ കാണുന്നവരും ലൈവിൽ കയറുന്നവരും ഇൻഫർമേഷൻസ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നവരും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് കൊടുക്കുക കേട്ടോ. ആർക്കെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഉണ്ട്, ക്ലാസ് റൂമിലുണ്ട്. ഗൂഗിൾ ക്ലാസ് റൂമിനകത്താണ് നിങ്ങൾക്കുള്ള നോട്ട്സും ക്ലാസ്സസും ഒക്കെ സെൻഡ് ചെയ്യുന്നത്. അങ്ങനെയാണ്. ഓക്കെ, നൗ ഇനി നമ്മൾ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്താണെന്ന് പറഞ്ഞിരുന്നു. അതിനകത്തെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസും ഒക്കെയാണ് നമ്മൾ ഇനി കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാൻ പോകുന്നത്. ആൻഡ് ഫസ്റ്റ് വൺ നമ്മൾ ആദ്യം തന്നെ നമുക്ക് നോക്കാം എന്താണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, എന്താണ് അവിടെ നടക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ആൻഡ് നമുക്കറിയാം ഒരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് നമ്മളോട് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നും കുറയൊന്നുമില്ല. നമുക്ക് തന്നെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നതാണ്. എന്താണ് നമുക്കറിയാവുന്ന കാര്യം? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഒ പി എന്ന് പറയുന്ന വിഭാഗം, അതാണ് നമ്മൾ പറയാം. ഒ പിയിൽ പോകും. നമുക്ക് ഏതെങ്കിലും രോഗം വന്നു കഴിയുമ്പോൾ പനി അല്ലെങ്കിൽ ചുമ കുറച്ച് ദിവസമായിട്ട് വന്ന് 2-3 ദിവസമൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ഡോക്ടറായി നോക്കി കൈ പിടിക്കാൻ പറ്റുന്നില്ല എന്ന് നമുക്ക് നമ്മൾ എന്ത് ചെയ്യും? അതൊക്കെ തുണി മാറി പോകും അല്ലെ. അപ്പൊ ഒ പിയിൽ പോകും. നമ്മൾ അവിടെ പോയിട്ട് ചീട്ടെടുക്കും അല്ലെ. ചീട്ടെടുത്ത് നമ്മൾ ഡോക്ടറെ കാണാൻ വേണ്ടി ചീട്ട് എന്നിട്ട് പറയും ദയവായി സ്ഥലത്ത് വെയിറ്റ് ചെയ്ത് കൊടുത്താൽ അവിടെ വെയിറ്റ് ചെയ്യും. നമ്മുടെ ടേൺ ആവുമ്പോൾ നമ്മളെ വന്നിട്ട് നമ്മുടെ പേര് വിളിക്കും, നഴ്സ് വന്ന് വിളിക്കും, നമ്മൾ അകത്തേക്ക് കയറും, ഡോക്ടർ ഒന്ന് കാര്യങ്ങൾ പറയും.
ഡോക്ടർ അതൊക്കെ കേൾക്കും, പരിശോധിച്ചൊക്കെ നോക്കും, മരുന്ന് അവിടെ പ്രിസ്ക്രൈബ് ചെയ്യും അല്ലെ. കേൾക്കുന്നതോടൊപ്പം പുള്ളിക്കാരൻ അവിടെ എഴുതുന്നും ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. അവിടെ പോയിട്ട് മരുന്ന് വാങ്ങിച്ചിട്ട് ഇതൊന്ന് കഴിച്ചിട്ട് 2 ദിവസം കഴിയുമ്പോൾ വരണം, അല്ലെങ്കിൽ ഒന്ന് വിവരം അറിയിക്കണം, അല്ലെങ്കിൽ മൊത്തത്തില് പൂർണ്ണമായിട്ട് ഭേദമായി കഴിഞ്ഞാൽ നോ പ്രോബ്ലം, കുഴപ്പമില്ല, വരണമൊന്നുമില്ല എന്നൊക്കെ അങ്ങനെ കുറെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമുക്ക് തന്ന് വിടും. അതാണ് ഒരു OP എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം. അത് തന്നെയാണ്, വേറൊന്നുമില്ല പ്രത്യേകിച്ച്. അപ്പൊ നമുക്ക് ഇതെന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നതെന്ന് നോക്കാം. ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ് patients come to the hospital only for consultation but not for admission. ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലെ പേഷ്യൻസ് വരുന്നത് ഇതിന് വേണ്ടിയില്ല, ഒന്ന് കൺസൾട്ട് ചെയ്ത് പോകാം, ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് പോകാം, വെറുതെ കാണില്ല, രോഗമൊക്കെ പറഞ്ഞ് മരുന്നൊക്കെ വാങ്ങിച്ചു പോകാം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് വരുന്നത്. അല്ലാതെ അഡ്മിറ്റഡ് ആകാൻ വേണ്ടിയിട്ടില്ല. വലിയ കുഴപ്പമൊന്നുമില്ലാതെ രോഗവുമായിട്ട് നമ്മൾ ചെന്നു മരുന്നൊക്കെ തന്നേ ഡോക്ടറെ ഞാൻ 2 ദിവസം കൂടെ കിടക്കട്ടെ എന്നൊന്നും നമ്മൾ അങ്ങോട്ട് സജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് നോക്കി കഴിയുമ്പോൾ അവർക്ക് they can understand the seriousness of our disease അല്ലെ. നമ്മുടെ രോഗത്തിന്റെ കാഠിന്യം അവർക്ക് മനസ്സിലാകുമല്ലോ നോക്കുമ്പോ അല്ലെ, പരിശോധിച്ചൊക്കെ നോക്കുമ്പോ അവർക്ക് മനസ്സിലാകും. അതനുസരിച്ചിട്ട് മാത്രം. അപ്പൊ ഒരു ദിവസത്തെ ആ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടി വന്ന് പോകുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഏതെന്ന് പറയാ നമ്മള് OPD, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയാം. ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ് പീപ്പിൾ സീക്ക് മെഡിക്കേഷൻസ് ഫ്രം ദ ഡോക്ടേഴ്സിനോട് മരുന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അവർ പോകുന്നു ഒരു സർട്ടൻ പീരീഡ് ഓഫ് ടൈമിലേക്ക്. അതായത് കുറച്ച് നേരത്തേക്ക് വേണ്ടി മാത്രമാണ് ഒരു കൺസൾട്ടേഷൻ, ആ ഒരു അന്വേഷണം അല്ലെങ്കിൽ ആ ഒരു നമുക്ക് ഡോക്ടേഴ്സിന്റെ അഡ്വൈസ് ആവശ്യപ്പെട്ട ആ ഒരു ചുരുങ്ങിയ സമയം. ചിലപ്പോൾ 5 മിനിറ്റ് ആകാം, അല്ലെങ്കിൽ ചിലപ്പോൾ 10 മിനിറ്റ് ആകാം. അത് ചില ഡോക്ടേഴ്സ് അങ്ങനെയുണ്ട് അല്ലെ. ചിലർ പെട്ടെന്ന് രോഗികളെ നോക്കി പെട്ടെന്ന് വരും, ചിലർക്ക് ചിലപ്പോൾ ഇത്തിരി സമയം എടുക്കും. പരിശോധിക്കാനാണെങ്കിലും ചോദിച്ച വിശേഷങ്ങൾ മൊത്തം റൂട്ട് കോസ് വരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടേ അതിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ചിലര് 5-8 മിനിറ്റ് ഒക്കെ എടുക്കും. അപ്പൊ അതൊക്കെ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഡോക്ടേഴ്സിനെ സംബന്ധിക്കുന്ന കാര്യമാണ്. അപ്പൊ ഒരു സർട്ടൻ പീരീഡ് ഓഫ് ടൈമിലേക്ക് നമ്മൾ ഡോക്ടറിന്റെ ആ ഒരു അഡ്വൈസ് സീക്ക് ചെയ്യാൻ വേണ്ടി, അന്വേഷിക്കാൻ വേണ്ടി വരുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് നമ്മുടെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇഫ് ദ ആഫ്റ്റർവേർഡ്സ് ദ പേഷ്യൻസ് ആർ ആസ്ക്ഡ് ടു കം ഫോർ എ ഫോളോ അപ്പ് അല്ലെ, പിന്നീട് ഡോക്ടർ നിർദ്ദേശിക്കുകയാണെങ്കിൽ നമ്മളോട് ഇങ്ങനെ കുറച്ച് 2 ദിവസം കഴിഞ്ഞിട്ടോ 3 ദിവസം കഴിഞ്ഞിട്ടോ ഒന്ന് ഫോളോ അപ്പിന് വേണ്ടി വരാൻ പറയുന്നു. എന്ന് വെച്ചാൽ രണ്ടാമതൊന്നുകൂടി വന്ന് കാണാൻ പറയുന്ന, മരുന്ന് കഴിയുമ്പോ തീർന്നേ 3 പ്രാവശ്യം കൂടി വരിക കേട്ടാ എന്ന് പറയും. അല്ലെങ്കിൽ 3 പ്രാവശ്യം കഴിച്ച് ഓക്കെ, 3 ദിവസം കഴിഞ്ഞ് ഓക്കെ, അപ്പോഴേക്കും മാറിക്കോളും, കുഴപ്പമൊന്നുമില്ല എങ്കിൽ വരണ്ട, അങ്ങനെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതാണ് ഞാൻ ഈ പറഞ്ഞത്. ക്ലിയർ ആകുന്നുണ്ടോ? സെന്റൻസ് മനസ്സിലാവുന്നുണ്ടോ? അവിടെ എഴുതിയിരിക്കുന്ന സെന്റൻസ്, ആ സെന്റൻസ് നിങ്ങളൊന്ന് നോക്കണം. ഞാൻ കാര്യം പറയുന്നതേ ഉള്ളൂ. ഇനി the patient's treatment within the boundaries of the hospital lasts only for a day. എന്ന് വെച്ചാൽ എന്താ, ഒരു പേഷ്യന്റിന്റെ ആ ഹോസ്പിറ്റലിൽ ചെലവഴിക്കേണ്ട സമയം എന്ന് പറയുന്നത് ഒരു ദിവസത്തിൽ താഴെയാണ്. എന്ന് വെച്ചാൽ അതിൽ കൂടുതൽ നേരം അവർ നിൽക്കേണ്ടി വരുന്നില്ല. അപ്പൊ നമ്മൾ ഒരു ദിവസം മുഴുവൻ നിൽക്കണോ? അതെ, ചില ഹോസ്പിറ്റൽസിൽ ചെന്നാൽ നമുക്ക് ഒരു ദിവസം മുഴുവൻ അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഒരു ദിവസം മുഴുവൻ എന്ന് പറഞ്ഞാൽ കൺസൾട്ടേഷനൊക്കെ കുറച്ച് സമയം എടുത്തോളൂ. ചിലപ്പോ വല്ല ഡ്രിപ്പ് ഇടുക അല്ലെ, അങ്ങനെ കുറച്ചു നേരം അവിടെ ചെലവഴിക്കേണ്ടി വന്നു. അത് കഴിഞ്ഞപ്പോൾ കുറെ ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആ ടെസ്റ്റ് ഒക്കെ ഒന്ന് കൊടുത്ത് അതിന്റെ ബ്ലഡ് എടുക്കാനാണെങ്കിൽ അതിനൊക്കെ എന്തെങ്കിലും ടെസ്റ്റിങ്ങിനെ എഴുതി അതൊക്കെ എടുത്തു വന്നപ്പോഴേക്കും നേരം ഉച്ചയായി. പിന്നെ അതിന്റെ ബില്ലും മരുന്നൊക്കെ കിട്ടി കഴിഞ്ഞപ്പോഴേക്കും വൈകുന്നേരമായിട്ടോ. അതാണ് ആ ഉദ്ദേശിക്കുന്നത്. ഒരു ദിവസത്തില് താഴെ സമയം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഹോസ്പിറ്റലിന്റെ ബൗണ്ടറിയിൽ ചെലവാക്കുന്നുള്ളൂ. ഇനി ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഇറ്റ് റൺസ് ഫോർ എ സ്പെസിഫിക് ടൈം ഓഫ് എ ഡേ. ഒരു ദിവസത്തിന്റെ ഒരു സ്പെസിഫിക് ടൈം വരെ മാത്രമേ OP വിഭാഗം പ്രവർത്തിക്കുന്നുള്ളൂ. ചിലപ്പോൾ കാലത്ത് 8 മണി മുതൽ വൈകുന്നേരം 3 മണി വരെ ആകാം, ചിലപ്പോൾ 9 മണി മുതൽ 5 മണി വരെ ആകാം. അത് ഓരോ ഹോസ്പിറ്റൽസിനും അതിൻ്റെതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചിട്ടായിരിക്കും. ചില ഹോസ്പിറ്റൽ ഇന്ന് അവിടുത്തെ OP ടൈം കഴിഞ്ഞു പോയി അല്ലെ, ഏതു നേരം പ്രവർത്തിക്കുന്ന സമയമല്ല, ഒരു സ്പെസിഫിക് ടൈം വരെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, OP വിഭാഗം പ്രവർത്തിക്കുന്നുള്ളൂ ഒരു ഹോസ്പിറ്റലിൽ. ആഫ്റ്റർ ദാറ്റ് അത് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന്മാർക്ക് രോഗം വരാൻ പാടില്ലെന്നാണോ? OP വിഭാഗം പ്രവർത്തിക്കുന്ന സമയം ഹോസ്പിറ്റൽസിലെ കഴിഞ്ഞു പോയി. സോ ദാറ്റ് നമുക്കാർക്കും പിന്നെ രോഗം വരാൻ പാടില്ലെന്നാണോ? പെട്ടെന്ന് സഡൻ ഇൽനെസ് ഉണ്ടാകാറില്ലേ? ഉണ്ട്. പിന്നെ നമ്മൾ എവിടെ പോകും? അപ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എന്താ പറയാ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിലാണ്. നമ്മൾ രാത്രികളിലൊക്കെ കൊച്ചുകുട്ടികൾക്കൊക്കെ പെട്ടെന്ന് വയ്യാണ്ടായി നമ്മളൊക്കെ ആണെങ്കിൽ എവിടെയെങ്കിലൊക്കെ ചുറ്റൂടി കിടക്കും. എന്നിട്ട് വിചാരിക്കും നേരം വിളിക്കട്ടെ എന്നിട്ട് പോകാതെ. പക്ഷെ കൊച്ചുകുട്ടികളെ നമ്മൾ അങ്ങനെ പരീക്ഷണത്തിന് വിധേയമാക്കാറില്ല. കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മള് രാത്രിയാണോ പകലാണോ ഏതൊന്നും നോക്കില്ല, എടുത്തിട്ട് ഓടും അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോ രാത്രിയിലൊക്കെ OP വിഭാഗം പ്രവർത്തിക്കുന്നുണ്ടല്ലേ. സോ ദാറ്റ് വി ക്യാൻ ഷോ ദം ടു ദ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ്. അവരെ നമ്മൾ കാണിക്കുന്നത്
ഈ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിലായിരിക്കും. അവിടെ കൊണ്ടുപോയി കാണിക്കാം. ഡ്യൂട്ടി ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെ കാണിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, കുട്ടികളുടെ അല്ലെങ്കിൽ നമ്മളായാലും പോകുന്നത്. അപ്പൊ OP എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് ടൈം വരെ മാത്രമേ ഒരു ദിവസത്തിൽ ഉണ്ടാകുന്നുള്ളൂ. കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ് വിൽ ബി ഹാൻഡ്ലിംഗ് ദിസ് OP ഡിപ്പാർട്ട്മെന്റ്. ഈ OP ഡിപ്പാർട്ട്മെന്റുകളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നത്, OP സമയത്ത് മുഴുവൻ ആ ഹോസ്പിറ്റൽ കൈകാര്യം ചെയ്യുന്നത് കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ് ആയിരിക്കും. ഓരോ വിഭാഗവും കൈകാര്യം ചെയ്യുന്ന ഡോക്ടർമാരുണ്ടായിരിക്കും. അവരുടെ പേരുകളൊക്കെ അവിടെ ബോർഡ് മുകളിൽ പുറത്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അതനുസരിച്ച് അവർക്ക് ആ ഒരു സ്പെസിഫിക് ടൈം വരെ, ഏത് സമയം വരെ, OP പ്രവർത്തിക്കുന്ന സമയം വരെ അവരവിടെ ഉണ്ടായിരിക്കും. ആരുണ്ടായിരിക്കും? കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും. അതൊക്കെയാണ് നമുക്ക് OP ഡിപ്പാർട്ട്മെന്റ് എന്നതിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. So let's go through. In this department, people come to the hospital only for consultation, not for admission. Patient seeks advice, medical advice from a medication for them to take for a certain period. കുറച്ചു നേരത്തേക്ക് ഡോക്ടറെ കണ്ട് ഡോക്ടറുടെ അഡ്വൈസും മരുന്നും ഒക്കെ വാങ്ങിച്ച് പോകുക. കുറച്ച് സമയം മാത്രം ചെലവഴിക്കാൻ വേണ്ടിയിട്ടാണ് വരിക. ആൻഡ് പേഷ്യൻസ് ആർ ആസ്ക്ഡ് ടു കം അപ്പ് ഫോർ എ ഫോളോ അപ്പ്. പിന്നീട് ഇടയ്ക്ക് വന്നത് കാണാനായിട്ട് ഡോക്ടേഴ്സ് ആവശ്യപ്പെടുന്നു. അതനുസരിച്ച് വരുന്നു. പേഷ്യൻസ് ട്രീറ്റ്മെന്റ് വിത്തിൻ ദ ബൗണ്ടറീസ് ഓഫ് ദ ഹോസ്പിറ്റൽ ലാസ്റ്റ് ഫോർ ഓൺലി എ ഡേ. ഒരു ദിവസത്തിൽ കുറയാത്ത സമയം മാത്രമാണ് നമ്മൾ പേഷ്യൻസ് OP വിഭാഗത്തില് പോകുന്നതും വരുന്നതും ഒക്കെ. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് റൺസ് ഫോർ എ സ്പെസിഫിക് ടൈം ഡ്യൂറിംഗ് ദ ഡേ. ഒരു ദിവസത്തിൽ ഒരു സ്പെസിഫിക് ടൈം വരെ മാത്രമാണ് OP വിഭാഗം പ്രവർത്തിക്കുന്നത്. യൂഷ്വലി കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ് ആർ ഹാൻഡ്ലിംഗ് ദിസ് OP വിഭാഗം കൈകാര്യം ചെയ്യുന്നത് കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ് ആയിരിക്കും എന്നുള്ളതും അറിഞ്ഞിരിക്കണം. ക്ലിയർ ആയോ? ഈ ഒരു കാര്യം മനസ്സിലായോ? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ക്ലിയർ ആണോ? എനിക്ക് മെമ്പർ എനി ഡൗട്ട്? ഈ ഒരു പാരഗ്രാഫിലോ സെന്റൻസുകളിലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓരോ സെന്റൻസ് വായിച്ച് നമ്മൾ അർത്ഥം പറയണമെന്ന് നിർബന്ധമില്ലല്ലോ, അല്ലെ? അതിനകത്ത് നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ ഞാൻ പറയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് അതിന്റെ എന്തെങ്കിലും അർത്ഥം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചോദിച്ചാൽ മതി. അതല്ലെങ്കിൽ നിങ്ങൾ വായിച്ചു നോക്കിയാലും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. ഓക്കെ, യെസ്. ഇനി നമുക്ക് അടുത്തത് ഓരോന്നോരോന്നും നോക്കാം. OP വിഭാഗത്തിൽ അല്ലെങ്കിൽ OP ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഈ പെട്ടിക്കകത്ത് പറഞ്ഞില്ലേ? കാഷ്വാലിറ്റി, കാർഡിയോളജി, ഡെർമറ്റോളജി എന്നൊക്കെ പറയുന്ന ഓരോ ഡിപ്പാർട്ട്മെന്റ് പരിചയപ്പെട്ടു. അപ്പൊ നമുക്ക് ഇനി ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്താണെന്ന് കണ്ട സ്ഥിതിക്ക് വാട്ട് ആർ ദ സർവീസസ് പ്രൊവൈഡഡ് ബൈ OP വിഭാഗം നൽകുന്ന സേവനങ്ങൾ ഇനി ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ദ ഫസ്റ്റ് വൺ ഈസ് കാഷ്വാലിറ്റി. ഒന്നാമത്തേത് കാഷ്വാലിറ്റി ആണ്. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. അതിനെ നമ്മൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് വിളിക്കും. ബുക്ക് കിട്ടിയിട്ടില്ല? നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? ബുക്ക് വേണ്ടവര് ചോദിച്ചപ്പോ അങ്ങനെ കൊടുക്കണ്ടല്ലോ, ഇവിടെ സെൻഡ് ചെയ്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എല്ലാവർക്കും തന്നെ ചോദിച്ചവർക്കൊക്കെ ആവശ്യപ്പെട്ടവർക്കൊക്കെ സെൻഡ് ചെയ്തു എന്നാണ് ഞാൻ നിങ്ങളന്ന് പറഞ്ഞപ്പോ എനിക്ക് കിട്ടിയ ഒരു റിപ്ലൈ അങ്ങനെയാണ്. ഓഫീസിൽ നിന്ന് കിട്ടിയ റിപ്ലൈ അങ്ങനെയാണ്. കുട്ടികൾ ചോദിച്ചിരിക്കുന്നവർക്കൊക്കെ നമ്മൾ ഇവിടുന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് യു ഹാവ് ടു ഡിമാൻഡ് ഇറ്റ്. നിങ്ങൾ ചോദിക്കണം എന്നാണ് പറയണേ. ചോദിക്കുന്നവർക്കാണ് കൊടുക്കുന്നുള്ളൂ, അല്ലെ? അതെ, കണ്ടോ? ഓക്കെ, യെസ്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണോ എന്നാണ് ധാരാളം ചോദിച്ചത്. ശരി, നമ്മൾ പഠിച്ചു തുടങ്ങിയുള്ള ഒരു ചാപ്റ്ററിന്റെ ഒരു ഇത്തിരി ഭാഗങ്ങൾ പറഞ്ഞോളൂ. ഇതൊക്കെ ഓരോ ഹോസ്പിറ്റലിന്റെ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമായിട്ട് മക്കൾ പഠിക്കരുത്. നമ്മൾ പിള്ളേരോട് പറയില്ലേ, പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, നമുക്ക് അറിയണ്ടേ ഇതൊക്കെ കാര്യങ്ങള്. നോക്കിയേ, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആകാൻ വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് എന്തറിയണമെന്നറിയോ? ഒരു ഹോസ്പിറ്റലിന്റെ അകത്തുള്ള എല്ലാം അറിയണം. ഇപ്പൊ ഒരു കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ആ വിഭാഗത്തിൽ എന്തൊക്കെ നടക്കുന്നു എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ, പക്ഷെ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഹാസ് ടു നോ each and everything of a hospital as a whole. ഒരു ഹോസ്പിറ്റലിന്റെ മൊത്തം കാര്യങ്ങളെ കുറിച്ചിട്ട് അറിയണം. ഇന്ന ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഇന്ന ഡിപ്പാർട്ട്മെന്റുകൾ എന്തൊക്കെ നടക്കുന്നത് അറ്റ്ലീസ്റ്റ് നമ്മൾ അറിയണം. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഇതിന്റെ ഇന്റർവ്യൂലൊക്കെ പോയിരിക്കുമ്പോ അവര് ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ഒന്ന് ചോദിക്കുമ്പോ അത് എത്ര സമയത്തേക്കൊക്കെ ഇപ്പൊ നിങ്ങളോട് ചോദിക്കണം. OP ഡിപ്പാർട്ട്മെന്റില് എന്താ പറയാ, ആരാണ് ഒരു എത്ര ടൈം വരെയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ഞങ്ങൾ കേട്ടത് പോലും ഇല്ലാന്ന് പറഞ്ഞേക്കരുത്. ദൈവത്തോർന്ന് ഇതൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കി പഠിക്കണം തീർച്ചയായിട്ടും. ഓക്കെ, മനസ്സിലാക്കണം. അല്ലാതെ നമ്മള് പരീക്ഷയ്ക്കൊക്കെ മാത്രം വേണ്ടി പഠിക്കരുത്. അണ്ടർലൈൻ ചെയ്ത് ഓരോ സെന്റൻസ് അണ്ടർലൈൻ ചെയ്ത് ഓരോ ക്വസ്റ്റ്യൻസ് എഴുതി LKG കുട്ടികളൊക്കെ പഠിക്കുന്ന പോലെ ചോദ്യവും ഉത്തരവും വായിച്ചു പഠിച്ച് അങ്ങനെയൊന്നും നമ്മൾ പറ്റൂലല്ലോ, അല്ലെ? അപ്പൊ ഒന്ന് അറിയണം. ഓക്കെ, സോ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് എന്താന്ന് നോക്കാം.
അപ്പൊ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് ഈസ് ഓൾസോ നോൺ ആസ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. Accident and emergency departments, A and E departments. Accident and emergency യുടെ ഷോർട്ട് ഫോം ആണ് A and E department. അപ്പൊ 2-3 പേരുണ്ട് കേട്ടോ. കാഷ്വാലിറ്റി, എമർജൻസി, ആക്സിഡന്റ് ആൻഡ് എമർജൻസി, A and E ഡിപ്പാർട്ട്മെന്റ്. മറക്കണ്ട ഇതിന്റെ ഒന്ന് ഷോർട്ട് ഫോംസും അതുപോലെ തന്നെ ഇതിന്റെ മറ്റു പേരുകളും ഒക്കെ. അപ്പൊ ഒരു ഡിപ്പാർട്ട്മെന്റിന് വേറെ പേരുകൾ ഉണ്ടെങ്കിൽ ആ പേര് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ചിലപ്പോൾ നമ്മൾ ചോദ്യത്തിൽ വരുന്നത് കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് എന്ന് ചോദിക്കില്ല, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് ചോദിച്ചിട്ട് അതുമായി റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ വരും. അല്ലെങ്കിൽ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് ചോദ്യത്തിന്റെ തുടക്കം ബിഗിനിങ്ങിൽ അങ്ങനെ വന്നിട്ട് അത് അയക്കാൻ വരിക. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ അതൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പൊ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അവിടെ ഉണ്ട് തോന്നുന്നുണ്ടല്ലോ, അതേ എവിടെ ഉണ്ടല്ലോ. ദ ഡിപ്പാർട്ട്മെന്റ് ഓൾസോ നോൺ ആസ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. കണ്ടല്ലോ, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അവിടെ ഉണ്ട്. പിന്നെ ഹെഡിങ്ങിൽ തന്നെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് കാഷ്വാലിറ്റി സ്ലാഷ് ഇട്ടങ്ങളുണ്ടോ, ഓർ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്നാണ്. ഓക്കെ ഓക്കെ, അപ്പൊ ഈ പറയുന്ന പേരുകളൊക്കെ ഉണ്ട്. ആക്സിഡന്റ് ആൻഡ് എമർജൻസിന് ഷോർട്ട് ഫോമിൽ A and E ഡിപ്പാർട്ട്മെന്റ് എന്ന് കൂടി ഇട്ടിട്ട് അത് വേണമെങ്കിൽ അവിടെ എഴുതി വെച്ചേക്കുക. അത് വേണമെങ്കിൽ നിങ്ങൾ ആ നോട്ടിന്റെ മുകളിൽ എഴുതി വെച്ചേക്കുക കേട്ടോ. A and E ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യുന്ന ആളുകൾ ഒന്ന് അവിടെ എഴുതി വെക്കുക. അല്ലാത്തവർ നോട്ട്ബുക്ക് എടുത്ത് എവിടെയെങ്കിലും ഒന്ന് കുത്തി കുറിക്കുന്നതൊക്കെ നല്ലതാണ്. ചാപ്റ്റേഴ്സിന്റെ പേര് അതുപോലെ തന്നെ അതൊക്കെ ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ് കേട്ടോ. കാരണം ഓരോ മൊഡ്യൂൾസ് കഴിയുമ്പോൾ അതൊക്കെ എടുത്തു എന്നൊക്കെ അറിയേണ്ട, എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്തോ ടീച്ചേഴ്സ് കൂടി നോക്കണം. ഓക്കെ ഓക്കെ, ഇനി ഇവിടെ എന്താ നടക്കുന്നത് ഈ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ കാഷ്വാലിറ്റി ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്? ഹിയർ ദ പേഷ്യൻസ് ദോസ് ഹു ആർ brought into the hospital by ambulance in emergency situation are handled. ഇവിടെ വരുന്ന പേഷ്യൻസ് ഓടി വരുന്ന നടന്നു വന്നവരൊന്നും അല്ല. കൂടുതലും വരുന്ന പേഷ്യൻസ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഏതെങ്കിലും വിൽനസ് ആല് ആംബുലൻസിലൊക്കെ കൊണ്ടുവരുന്ന, അതായത് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് ആവശ്യമുള്ള പേഷ്യൻസ് ആയിരിക്കുള്ളൂ എവിടെ വരുന്നത്, കാഷ്വാലിറ്റി ഓർ എമർജൻസി ഓർ A and E ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്നത്. ഈ ഡിപ്പാർട്ട്മെന്റ് ഇറ്റ് വർക്ക്സ് അറൌണ്ട് ദ ക്ലോക്ക്. ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഏത് സമയം വരെ ഫംഗ്ഷൻ ചെയ്യും? നമ്മൾ തൊട്ട് മുകളിൽ OP വിഭാഗം എത്ര സമയം വരെ എന്താ പറയാ ഫംഗ്ഷൻ ചെയ്യുന്ന പറഞ്ഞ ഒരു സ്പെസിഫിക് ടൈം വരെ ഉള്ളൂ, ഇത്ര സമയം വരെ എന്നുള്ളൂ. ആ ഒരു പീരീഡ് സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ OP ക്ലോസ് ചെയ്യും. അവിടെ സാധനം വെച്ചിട്ടുണ്ടോ, മറച്ചു വെച്ചിട്ടുണ്ടോ, ക്ലോസ്ഡ് എന്ന് പറയുന്ന ആ ഒരു ബോർഡ് അവിടെ എടുത്ത് ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ടായിരിക്കും. ദാറ്റ് മീൻസ് OP ക്ലോസ് ചെയ്തു എന്നാണ്. ആ ഒരു സ്പെസിഫിക് ടൈം വരെയാണ്. പക്ഷേ നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വിൽ ബി ഓപ്പൺ ഫോർ 24 hours. അതെ, 24 മണിക്കൂർ അറൌണ്ട് ദ ക്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 മണിക്കൂർ ഓപ്പൺ ആയിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. വിത്ത് ഓൾ കൈൻഡ്സ് ഓഫ് എമർജൻസി എക്യുപ്മെന്റ്സ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റില് ആ എമർജൻസി സിറ്റുവേഷനിൽ വരാൻ സാധ്യതയുള്ള പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ തരത്തിലുള്ള എക്യുപ്മെന്റുമായിട്ട് ആവണം അത് അവിടെ ഫംഗ്ഷൻ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു എന്താ പറയാ ഒരു ഹാർട്ട് അറ്റാക്കിന്റെ എന്തെങ്കിലും ലക്ഷണങ്ങളുമായിട്ട് ഒരു പേഷ്യന്റിനെ അവിടെ കൊണ്ടുവന്നു. സോ ഫസ്റ്റ് ഓഫ് ഓൾ അവരവിടെ നമുക്കറിയാം, നമ്മളുടെ നമുക്കൊക്കെ ഇപ്പൊ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ എന്താ ആദ്യം ചെയ്യേണ്ടത്, CPR കൊടുക്കുക, നമ്മളെ കൊണ്ട് പറ്റുന്നത്. അതല്ലാതെ തന്നെ എന്താ പറയാ ഒരു മെഷീൻ വെച്ചിട്ടും ഈ പറയുന്ന എന്താ പറയാ ഒരു ആളുടെ ഒരു എന്താ പറയാ ബ്രീത്തിങ് ലെവലാക്കി കൊണ്ടുവരാൻ വേണ്ടി ചെയ്യുന്ന ഒരു മെഷീൻ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള മെഷീൻസ് ഇപ്പൊ ഒരു റോഡ് ആക്സിഡന്റുമായി RTI ആയിട്ട് വന്നിരിക്കുന്ന ഒരു പേഷ്യൻസിനെ എമർജൻസിയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ അവർക്ക് പെട്ടെന്ന് കൊടുക്കേണ്ട ട്രീറ്റ്മെന്റിന് വേണ്ട എക്യുപ്മെന്റ് ആ സമയത്തെല്ലാം അതൊക്കെ എടുക്കാൻ വേണ്ടി ഓടണ്ടേ, അതാണ് ഉദ്ദേശിച്ചത്. കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിൽ അതെല്ലാം എന്താ പറയാ സജ്ജീകരിച്ചിരിക്കണം. എപ്പോഴും അത് വെൽ എക്യുപ്ഡ് ആയിരിക്കണം. എല്ലാ ഉപകരണങ്ങളും അവിടെ തന്നെ അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. അതർവൈസ് ഇതൊക്കെ എടുത്ത് അപ്പുറത്തെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നോ വേറെ ഏതെങ്കിലും സ്ഥലത്തു നിന്നൊക്കെ എടുത്തുകൊണ്ട് വരുമ്പോഴേക്കും വിതിൻ ഫ്രാക്ഷൻസ് ഓഫ് ടൈമില് ആളുകളുടെ ജീവൻ വരെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ടാക്കാം. അതുകൊണ്ടാണ് അതില്ലാതിരിക്കാനായിട്ട് ഓൾ എക്യുപ്മെന്റ് ഷുഡ് ബി റെഡി അറ്റ് ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. എല്ലാ എക്യുപ്മെന്റുകളും അവിടെ റെഡി ആയിരിക്കണം. അതാണ് പറഞ്ഞിരിക്കുന്ന സെന്റൻസ്, equipped to deal with all kinds of emergencies. എല്ലാ എമർജൻസീസിനെയും ഡീൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എക്യുപ്മെന്റുകളെല്ലാം തന്നെ സജ്ജീകരിച്ചിട്ടുണ്ടായിരിക്കും നമ്മുടെ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിൽ. ആൻഡ് the patients are handled here according to the degree of their emergency or illness. ഓരോ പേഷ്യൻസിനെ അവിടെ കൊണ്ടുവരുമ്പോൾ എത്രത്തോളം ഗൗരവമേറിയ രോഗവും അല്ലെങ്കിൽ മുറിവോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടാണോ വരുന്നത്, അതനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യുന്നു, അവരെ അസസ് ചെയ്യുന്നു, ആ പേഷ്യന്റിനെ നോക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നു. അതിനുശേഷം ആഫ്റ്റർ ദാറ്റ് അപ്പൊ ഇമീഡിയറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് അവിടെ തന്നെ കൊടുക്കുന്നു. ബിഫോർ ദേ ആർ സെൻഡ് ടു സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റ്സ്. പിന്നീടാണ് അവരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട ഏതെങ്കിലും ഇപ്പൊ ഒരു
ആക്സിഡന്റ് കേസാണ്, തലയ്ക്കൊക്കെ വലിയ ഇഞ്ചുറി ആയിട്ടാണ് വരുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ കാഷ്വാലിറ്റിയിലേക്ക് ആദ്യം വരും. അപ്പൊ അവിടെ ആദ്യം തന്നെ ഒരു എന്താ പറയുക ട്രീറ്റ്മെന്റ്, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എന്താണോ അത് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നു. ആഫ്റ്റർ ദാറ്റ് ആളെ പെട്ടെന്ന് ആ ഒരു എന്താ പറയാ തലയുമായിട്ട് ഉള്ള അല്ലെങ്കിൽ ഇഞ്ചുറി ആയിട്ടാണ് വരുന്നത്, ഏത് ഓർഗനിനുള്ള എന്താ പറയാ കൂടുതൽ മാരകമായ ഇഞ്ചുറി വന്നേക്കണേ ആ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് അതിനുശേഷം മാത്രമാണ്. ഇവിടെ കാഷ്വാലിറ്റിയിലേക്ക് എത്തിയതിനു ശേഷം മാത്രമേ അങ്ങനെ കൊടുക്കുന്നുള്ളൂ എന്നാണ്. അല്ലാതെ എമർജൻസി സിറ്റുവേഷൻ അല്ലാതെ വരുന്ന പേഷ്യൻസിനാണെങ്കിലും നേരിട്ട് അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് വിടാം. അതേസമയം ആംബുലൻസിൽ ഇത്തരം എമർജൻസി സിറ്റുവേഷൻസിൽ കൊണ്ടുവരുന്ന പേഷ്യൻസ് ആണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ദേ വിൽ ബി ഗിവൻ ട്രീറ്റ്മെന്റ് ഇൻ ദ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ്. ആദ്യം അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് കാഷ്വാലിറ്റിയിലായിരിക്കും. അതിനുശേഷമാണ് ഏത് സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോകണമെന്ന് നിശ്ചയിക്കുന്നതും അവരെ കൊണ്ടുപോകുന്നതും ഷിഫ്റ്റ് ചെയ്യുന്നതും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്നത്. സോ first of all you have to understand there are different names for casualty department. Casualty department പല പേരുകൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അതിന്റെ തന്നെ ഷോർട്ട് ആയിട്ട് A&E ഡിപ്പാർട്ട്മെന്റ് എന്നും പറയാറുണ്ട്. ഇത് 24 hours ആണ് ഇതിന്റെ ഫങ്ഷനിങ് ടൈം വിത്ത് ഓൾ എക്യുപ്മെന്റ്സ്, എല്ലാ എക്യുപ്മെന്റ്സുമായിട്ട് റെഡി ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കണം. പേഷ്യൻസിനെ അസസ് ചെയ്യുന്നത് അക്കോർഡിംഗ് ടു ദി ഡിഗ്രി ഓഫ് ദയർ ഇഞ്ചുറി ഓർ ഇൽനെസ്, അവരുടെ രോഗത്തിന്റെ ആ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് വിലയിരുത്തി അതിനു വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. ആഫ്റ്റർ ദാറ്റ് ദേ വിൽ ബി ഷിഫ്റ്റഡ് ഓർ ട്രാൻസ്ഫർഡ് ടു ദ സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റ്സ്. ക്ലിയർ ആണോ? ആ ഭാഗം മനസ്സിലായോ? കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് വായിച്ചു നോക്കണമെന്നുണ്ടോ? അതൊന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾ ഞാൻ പറയുന്നതോ പറയാത്തതോ എന്തെങ്കിലും നോക്കിയേ. പെട്ടെന്ന് 2 സെക്കൻഡ് വേണ്ടല്ലോ ഒരു സെന്റൻസ് വായിച്ചു നോക്കാൻ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് വായിച്ചു നോക്കാം. ഞാൻ ആദ്യത്തെ ദിവസം വന്ന ഇത്രയും പിള്ളേരില്ലല്ലോ, ഇന്ന് അന്ന് 176 അങ്ങനെ ആകെ ആഴ്ചയിൽ ഒരു ക്ലാസ് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സിലും ഒരേ ക്ലാസ് ഉള്ളതുകൊണ്ട് ഒരു ക്ലാസ്സേ ഉള്ളൂ ഇവിടെ. അപ്പൊ നമ്മൾ തമ്മിൽ കാണുന്നത് കറക്റ്റ് ഒരു വീക്ക് കഴിഞ്ഞിട്ടായിരിക്കും. സോ ദാറ്റ് അത്രയും സമയം കൊണ്ട് ഞാൻ പറഞ്ഞത് ഒരു 10 പ്രാവശ്യം വായിച്ചു നോക്കാനോ അല്ലെങ്കിൽ നന്നായിട്ട് പച്ചവെള്ളം പോലെ പഠിക്കാനോ ഉള്ള സമയം അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. കാരണം ഒരാഴ്ചത്തെ ഗ്യാപ്പിലല്ലേ നമ്മൾ കാണുന്നുള്ളൂ. അതുകൊണ്ട് അപ്പൊ നന്നായിട്ടൊക്കെ വായിച്ച് പഠിക്കാൻ പറ്റും. കുഴപ്പമില്ലല്ലോ. ഓക്കെ, സോ നമുക്ക് അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് പോയാലോ? യെസ്, ഇനിയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് കിടക്കുന്നത്. എന്താണത്? മെയിൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ കാർഡിയോളജി. ഇപ്പോൾ പറഞ്ഞു എന്താണ് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രത്യേകത? ഇറ്റ് ഡീൽസ് വിത്ത് ദ പ്രോബ്ലംസ് ഓഫ് ഹ്യൂമൻ ഹാർട്ട് ആൻഡ് സർക്കുലേഷൻ. തീർച്ചയായിട്ടും ബ്ലഡ് സർക്കുലേഷൻ, ഹ്യൂമൻ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഡീൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് കാർഡിയോളജി. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ അസുഖങ്ങൾ കൊണ്ടുവരുന്നതും അല്ലെങ്കിൽ ഹാർട്ട് പ്രോബ്ലംസ് ഉള്ള ആളുകൾ ഒരുപാട് നമുക്ക് കാണാം. ഒരിടയ്ക്കൊക്കെ ക്യാൻസർ ആയിരുന്നു കോമൺ ആയിട്ടുള്ള അസുഖമെങ്കിൽ ഇന്ന് കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കൂടുതലും ഹാർട്ട് പ്രോബ്ലംസും ആയിട്ടുള്ള ആളുകളെയാണ് കൂടുതൽ കാണാൻ സാധിക്കുക. പെട്ടെന്ന് അല്ലെ ആളുകൾക്ക് എന്താ പറയാ മരണം സംഭവിക്കുന്നതൊക്കെ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് കൊണ്ടാണ്. അപ്പൊ കാർഡിയോളജി എന്ന് പറയുന്നത് സ്പെഷ്യലി ഇറ്റ് ഡീൽസ് വിത്ത് ദ treatment and also it treats the diseases or disorders of our heart. നമ്മുടെ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങള്, അതുപോലെ തന്നെ അതിന്റെ ഡിസോർഡേഴ്സ്, ശരിയായ രീതിയിലുള്ള പ്രവർത്തനമല്ലാത്തത്, അതുപോലെ രോഗങ്ങൾ, ഹാർട്ടിനെ സംബന്ധിക്കുന്ന രോഗങ്ങൾ, ഇതിനൊക്കെ ഡീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് കാർഡിയോളജി എന്ന് പറയുന്നത്. ഇറ്റ് ഓൾസോ ഡീൽസ് പീപ്പിൾ ബോത്ത് ഇൻ പേഷ്യന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ് ബേസിസ്. ഇത് കിടന്ന് മാത്രം ചികിത്സിക്കാൻ പറ്റുള്ളൂ എന്നുള്ളവരുടെ ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ല. ഇതിന് നമുക്ക് എന്താ പറയാ ഹാർട്ട് പ്രോബ്ലംസ് ഉള്ളവര് ഇടയ്ക്ക് പോയിട്ട് ഡോക്ടറെ കാണുന്നു, അതിന് മരുന്ന് കഴിക്കുന്നു, കഴിച്ചുകൊണ്ടിരുന്നവർ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഡെയിലി വിസിറ്റുകൾക്കും നടത്തിയും നമുക്ക് എന്ത് ചെയ്യാം ട്രീറ്റ്മെന്റ് നേടാൻ പറ്റുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇൻ പേഷ്യന്റ് മാത്രമല്ല ഔട്ട് പേഷ്യന്റ് ബേസിസിലും ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ദ ബിഗ്ഗസ്റ്റ് ഏരിയ ഓഫ് ഹാർട്ട് ഡിസീസ്, നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ ഒരു ഏരിയ കവർ ചെയ്യുന്ന ഈ ഹാർട്ട് പ്രോബ്ലത്തിനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ട് CAD എന്ന് പറയുന്ന ഒരു സംഭവമാണ്, കൊറോണറി ആർട്ടറി ഡിസീസ്. ഇതാണ് ഏറ്റവും ബിഗ്ഗസ്റ്റ് ഏരിയ ഓഫ് ഹാർട്ട് പ്രോബ്ലം. ഹൃദയത്തെ സംബന്ധിക്കുന്ന രോഗങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വൈഡ് ഏരിയ കവർ ചെയ്യുന്ന ഒരു രോഗമാണ് കൊറോണറി ആർട്ടറി ഡിസീസ് അല്ലെങ്കിൽ CAD. ഒന്ന് അവിടെ അണ്ടർലൈൻ ചെയ്തിട്ട് അതിന്റെ ഷോർട്ട് ഫോം ഒന്ന് അവിടെ എഴുതിയേക്കാം. CAD, കൊറോണറി ആർട്ടറി ഡിസീസ്. ഈ കൊറോണറി ആർട്ടറി ഡിസീസ് എന്താണത്, അല്ലെങ്കിൽ അതെന്താണ്, എങ്ങനെയാണ് അതിനെ ട്രീറ്റ് ചെയ്യാന്നൊക്കെയാണ് അടുത്ത കാര്യം പറഞ്ഞിരിക്കുന്നത്. ഈ കൊറോണറി ആർട്ടറി ഡിസീസത്തിന്
കൊറോണറി ആർട്ടറി ഡിസീസസിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആണ് ആൻജൈന എന്ന് പറയുന്നത്. ആൻജൈന അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. അപ്പൊ അതൊക്കെ ക്വസ്റ്റ്യനിൽ വരാറുണ്ട്. കൊറോണറി ആർട്ടറി ഡിസീസസിന്റെ ഒരു എക്സാമ്പിൾ ഇറ്റ് ഈസ് ആൻജൈന. ആൻജൈന എന്ന് പറയുന്ന ഒരു അസുഖമാണ്. എന്താണ് ആൻജൈന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി മാത്രം ജസ്റ്റ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. ആൻജൈന ഈസ് എ സിവിയർ പെയിൻ ഓൺ ദ പാർട്ട് ഓഫ് അവർ ചെസ്റ്റ്. നമ്മുടെ ഈ എന്താ പറയാ നെഞ്ചിന്റെ ഭാഗത്തൊക്കെ ഉണ്ടാകുന്ന ഒരു തരം വേദനയാണ്. അതിങ്ങനെ കൂടിയും കുറഞ്ഞ് ഇങ്ങനെ സിവിയർ ആയിട്ട് ഒത്തിരി നല്ല രീതിയിലൊക്കെ ശക്തമായിട്ട് വരും. ആൻഡ് ഓഫൺ ദാറ്റ് പെയിൻ സ്പ്രെഡ്സ് ടു അവർ ഷോൾഡേഴ്സ് ആൻഡ് ഓൾസോ നെക്ക്. നമ്മുടെ കഴുത്തിലേക്കും അതുപോലെ ഈ ഷോൾഡറിലേക്കും ഒക്കെ ആ വേദന ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ വരും. അങ്ങനെ അതായത് നെഞ്ചിൽ മാത്രം വേദനയല്ല, അതിങ്ങനെ പതുക്കെ കഴുത്തിന്റെ ഭാഗത്തേക്കും കൈകളുടെ ഭാഗത്തേക്കും ഷോൾഡറിന്റെ ഭാഗത്തേക്കൊക്കെ ഇങ്ങനെ നീങ്ങി വരുന്നുണ്ടെങ്കിൽ ഇറ്റ് മേ ബി എ സിംപ്റ്റം ഓഫ് ആൻജൈന. ആൻജൈന എന്ന് പറയുന്ന ഒരു രോഗമായിരിക്കാം എന്നുള്ളതാണ്. നമ്മൾ സാധാരണ എന്തെങ്കിലും ചെറിയൊരു വേദനയൊക്കെ വരുമ്പോൾ നമ്മൾ എന്താ പറയും, ചിലപ്പോൾ ഗ്യാസിന്റെ ആകാം എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആണ്. കാരണം ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ നമ്മുടെ അങ്ങനെയാണ്. വി ഹാവ് നോ എക്സസൈസ്, വി ഹാവ് നോ ടൈം ഫോർ ഡൂയിങ് എക്സസൈസ്. നമുക്ക് ഒരു ചെറിയ എക്സസൈസ് ചെയ്യാൻ നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് കുറവാണ്. ഇപ്പൊ അതോരാതെ ഇങ്ങനെ ഇത് കുറയുന്നു പറയുന്നുണ്ട്, എന്റെ മാത്രമേ അറിയുന്നുള്ളൂ, ബ്രെയിൻ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഫിസിക്കലായിട്ട് നമ്മുടെ കൈകളോ കാലുകളോ ഒക്കെ നമുക്ക് ഇവിടെ ഇരുന്ന് അനക്കാനോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ അങ്ങനെ ചെയ്യുന്ന ഒത്തിരി ജോലിയോ ചെയ്യുന്നവർക്ക് ഉണ്ട് അല്ലെ. അപ്പൊ അതിനൊന്നും ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. ദാറ്റ് മീൻസ് നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ ഒക്കെ കലോറീസ് ഒക്കെ എന്ത് ചെയ്യുന്നു, അവിടെ തന്നെ ഇരിക്കുകയാണ്. ഇതൊന്നും ബേൺ ചെയ്ത് പോകാനുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്നില്ല. അപ്പൊ നമ്മുടെ ലൈഫ് സ്റ്റൈല്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ക്രമം തെറ്റിച്ചിട്ടുള്ളത് അല്ലെ. പിന്നെ ഒത്തിരി ആളുകളിൽ നിന്ന് എന്താ പറയാ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ജോലിക്ക് വരണ തെറ്റും തിരക്കിലും ഫുഡൊന്നും എടുക്കാൻ മറന്നില്ല. അപ്പൊ പുറത്തുള്ള കടയിൽ നിന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്ത് വാങ്ങിച്ചു അല്ലെ. ഫാസ്റ്റ് ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പൊ ഇതൊക്കെ ഒരുപാട് നമ്മൾ അതൊക്കെ ഒരു ശീലമാക്കി കഴിയുമ്പോൾ എന്ത് പറ്റും, ഒത്തിരി അസുഖങ്ങൾ ഇതുപോലെയുള്ളതൊക്കെ നമ്മളിൽ കടന്നുപോകും. അപ്പൊ അങ്ങനെയൊക്കെ വരുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പൊ ഇതിനൊക്കെ എന്ത് ചെയ്യുന്നു, ഒരു സിവിയർ പെയിൻ വരുന്നു. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സിവിയർ പെയിൻ വരാനുള്ള കാരണം? ഡ്യൂ ടു ഇനാഡക്വേറ്റ് ബ്ലഡ് സപ്ലൈ ടു ഹാർട്ട്. നമ്മുടെ ഹാർട്ടിലേക്ക് ആവശ്യത്തിന് ബ്ലഡ് സപ്ലൈ ഇല്ലാത്തത് കൊണ്ടാണ് ആ ഒരു വേദന വരിക. അതായത് ഹാർട്ടിനകത്തേക്ക് നമുക്കറിയാം ടു ആൻഡ് ഫ്രം, ഇത് അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്, ഇവിടേക്ക് വരുന്നുണ്ട് അല്ലെ, തിരിച്ച്. അതായത് ഹാർട്ടിലേക്ക് വരുന്നു, ഹാർട്ടിൽ നിന്ന് പമ്പ് ചെയ്ത് പല ഭാഗങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങളും ഹാർട്ടില് ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നുണ്ട്. പക്ഷെ ഹാർട്ടിലേക്ക് ആവശ്യത്തിന് ബ്ലഡ് കൃത്യമായിട്ട് ഫ്ലോ ചെയ്യാതിരിക്കുന്ന ഒരവസ്ഥയിലാണ് നമുക്ക് എന്തുണ്ടാകുക, ഇത്തരം ഒരു സിവിയർ പെയിൻ ചെസ്റ്റിന്റെ ഭാഗത്ത് ഉണ്ടാകുക. ആൻഡ് ഇറ്റ് ഫ്രീക്വന്റ്ലി മൂവ്സ് ടു അവർ നെക്സ് ആൻഡ് അവർ ഷോൾഡേഴ്സ്. അത് പതുക്കെ നമ്മുടെ കഴുത്തിലേക്കും അത് ഷോൾഡറിലേക്കും ഒക്കെ വ്യാപിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു ആൻജൈനയുടെ ലക്ഷണമാണ്. കൊറോണറി ആർട്ടറി ഡിസീസസിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞ ആൻജൈന. അപ്പൊ ഈ ആൻജൈന ഇങ്ങനെയാണ് വരിക. അപ്പൊ ഇങ്ങനെയുള്ള ആൻജൈന പോലെയുള്ള രോഗങ്ങൾ വരുമ്പോൾ ദാറ്റ് മീൻസ് ഡ്യൂ ടു ഇനാഡക്വേറ്റ് ഫ്ലോ ഓഫ് ബ്ലഡ് ടു ഹാർട്ട്, ഹാർട്ടിലേക്ക് ബ്ലഡ് കൃത്യമായിട്ട് ഫ്ലോ ചെയ്യാതിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. സോ എന്താണ് അങ്ങനെ ഫ്ലോ ചെയ്യാതിരിക്കുന്നതിന് കാരണം? ആൻഡ് ഹൗ ക്യാൻ വി റിമൂവ് ദാറ്റ് ബ്ലോക്ക്? അങ്ങനെ ഫ്ലോ ചെയ്യുന്നില്ല, അപ്പൊ അവിടെ ബ്ലോക്ക് ആയി എന്നാണ് അതിന്റെ അർത്ഥം. ബ്ലഡ് അകത്തേക്ക് ഹൃദയത്തിലേക്ക് കടക്കാതെ അവിടെ ബ്ലോക്ക് ചെയ്യുന്ന എന്തൊക്കെയോ സാധനങ്ങൾ വന്നിട്ടുണ്ട്. ആ സാധനങ്ങളുടെ ബ്ലോക്ക് മാറ്റി കൊടുക്കണ്ടേ? നമ്മുടെ വീടുകളിൽ നമ്മള് വാഷ് ബേസിൻസ് ഉണ്ട് നമുക്ക് അല്ലെ. നമുക്ക് അവിടെ ഇഷ്ടം പോലെ ഇടയ്ക്കിടയ്ക്ക് വർഷത്തിൽ അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോഴൊക്കെ അതിനൊരു ബ്ലോക്ക് വരാറില്ലേ? നിങ്ങളുടെ വീടുകളിൽ വരാറില്ല? ഞങ്ങളുടെ വീട്ടിൽ വരാറുണ്ട് കേട്ടോ. എന്തുകൊണ്ട്? കാരണം എന്താ, നമ്മൾ കെയർലെസ് ആയിട്ട് നമ്മൾ കഴിക്കുന്ന ഫുഡ് അതിനകത്തൊക്കെ ചിലപ്പോൾ ഇത്തിരി ബാക്കിയൊക്കെ അവിടെ വരും. നമ്മളത് കെയർലെസ് ആയിട്ട് അവിടെ തന്നെ വേഗം കഴുകും. അത് ആ വേസ്റ്റുകൾ മാറ്റിയിട്ടിട്ട് ഈ പറയുന്ന പാത്രം മാത്രമാണ് നമ്മൾ അവിടെ കഴുകുന്നതെങ്കിൽ അങ്ങനെയുള്ള ചെറിയ പാർട്ടിക്കിൾസ് ഒന്നും അതിന്റെ അകത്തേക്ക് പോയി അവിടെ നിന്ന് തടസ്സങ്ങൾ സൃഷ്ടിക്കില്ല അല്ലെ. അപ്പൊ അങ്ങനെ ഒരു വാട്ടറിന് കൃത്യമായിട്ട് അത് ഫ്ലോ ചെയ്ത് അതിന് പുറത്തേക്ക് പോകാനുള്ള സാഹചര്യമുണ്ട്. അതേസമയം നമ്മൾ ഇതിങ്ങനെ വലിയ ധൃതിക്കൊക്കെ എല്ലാം ചെയ്യുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ അതിനകത്ത് തന്നെ ഇടും. അവസാനം അതൊക്കെ കൂടി ചെന്ന് എവിടെയെങ്കിലും ഏതെങ്കിലും മുക്കിലോ മൂലയിലോ ഇങ്ങനെ അടിഞ്ഞടിഞ്ഞ് നിൽക്കും. അവർക്ക് പാസ് ചെയ്യാനുള്ള വഴി എന്ത് ചെയ്യുന്നു, വെള്ളം ഇങ്ങനെ പോകാനുള്ള വഴിനെ പതുക്കെ അത് ആദ്യമൊക്കെ നമുക്ക് വലിയ കുഴപ്പം തോന്നില്ല. പക്ഷെ അത് കുറച്ച് കൂടുതൽ അടഞ്ഞടഞ്ഞ് എന്ത് ചെയ്യുന്നു, അവസാനം അത് ഒട്ടും തന്നെ പോകാതെ സിങ്കൊക്കെ പിന്നെ എന്താ നിറഞ്ഞു നിൽക്കുന്ന പോലെയൊക്കെ നമുക്ക് തോന്നുന്നല്ല അങ്ങനെ വരും. അങ്ങനെ വരുന്നതൊക്കെ ഈ ബ്ലോക്കേജ് തന്നെയാണ്. അപ്പൊ ഇതിന് നമ്മൾ ബ്ലോക്കേജ് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ചിലപ്പോൾ മൊത്തത്തിൽ അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടി വരും. അതല്ലെങ്കിൽ ഇവിടുന്ന് ഫോഴ്സ് ചെയ്ത് എന്തെങ്കിലും സാധനമൊക്കെ ആ ബ്ലോക്ക് മാറ്റി കൊടുക്കേണ്ടി വരും. Same procedure have to be done to our heart. ഇവിടെ ഈ നടക്കുന്ന പാസേജ് ഓഫ് ബ്ലഡിനെ തടയുന്ന പല രീതിയിലുള്ള ബ്ലോക്സും നമ്മുടെ ഹാർട്ടിന്റെ ബ്ലഡ് പോകുന്ന ആർട്ടറീസിൽ ഫോം ചെയ്യുന്നുണ്ട്. ആർട്ടറി, ധമനി, രക്തക്കൊള്ളുകളൊക്കെ ഇല്ലേ, അതിന്റെ ചുറ്റിലും ഇതുപോലെയുള്ള പല സാധനങ്ങൾ വന്ന് അടിഞ്ഞു കൊടുക്കും. ഇവിടെ എന്ത് സാധനം അടിഞ്ഞു കൊടുത്തേ? ഫാറ്റ് ആകാം,
കൊളസ്ട്രോൾ ആകാം, അങ്ങനെയുള്ള സാധനങ്ങളാണ് അല്ലെ. അപ്പൊ അത് ഒരു പ്ലാക്സ് രൂപത്തിൽ, പ്ലാക്ക് എന്ന് പറഞ്ഞാൽ എന്താ, പ്ലാക്ക് എന്ന് പറഞ്ഞാൽ ഒരു കട്ടിയായ ഒരു സാധനം പോലെ ഇങ്ങനെ അഴിഞ്ഞുകൂടും. ഈ ഡെന്റൽ പ്ലാക്ക് കണ്ടിട്ടുണ്ടോ? ഡെന്റൽ പ്ലാക്ക് കുട്ടികളിലൊക്കെ പ്രോപ്പറായ രീതിയിൽ ബ്രഷിംഗ് ഒക്കെ ചെയ്ത് കൊടുക്കാതെ വരുമ്പോൾ അവരുടെ പല്ലിന്റെ ഒക്കെ വിടവിലൊക്കെ ഒരു ചെറിയൊരു യെലോയിഷ് കളറിലുള്ള ഒരു സാധനം ഇങ്ങനെ ഒരു കട്ട പിടിച്ചിരിക്കും. നമ്മളത് ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ അത് അവിടെ ഭയങ്കരമായിട്ട് അതങ്ങനെ ഫോം ചെയ്യും. പിന്നെ കുറെ കഴിയുമ്പോൾ നമ്മൾ ഡെന്റിസ്റ്റിന്റെ കൊണ്ടുപോയി പല്ലൊക്കെ ക്ലീൻ ചെയ്യും. അത് ഡെന്റൽ പ്ലാക്ക് ആണ്. ഡെന്റൽ പ്ലാക്ക് ആണ് പല്ലിൽ വരുന്ന ഒരുതരം അങ്ങനെ അടിഞ്ഞു കൂടുന്ന ഒരു കട്ട. ഓക്കെ. അതേസമയം ഈ പറയുന്ന എന്താ പറയാ, ഇതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ കൂടുതൽ കൊളസ്ട്രോൾ ഒക്കെ ഉള്ള അടങ്ങിയിരിക്കുന്ന സാധനങ്ങൾ കഴിക്കുമ്പോൾ ഈ കൊളസ്ട്രോളുകളൊക്കെ വന്നിങ്ങനെ ആവശ്യത്തിന് ശരീരത്തിൽ എടുത്തിട്ട് ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ അടിഞ്ഞുകൂടും. അതുപോലെ ഈ ആർട്ടറീസിൽ വന്ന് അടിഞ്ഞുകൂടി അതെന്ത് ചെയ്യും, ഇപ്പൊ ഇത്രയും ഇതിൽ കൂടിയാണ് നമ്മളുടെ ബ്ലഡ് പാസ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിങ്ങനെ വന്നിങ്ങനെ ചുറ്റിട്ട് അടിഞ്ഞടിഞ്ഞു കൂടുമ്പോൾ എന്ത് ചെയ്യും, ആ ഒരു ദ്വാരം അതിങ്ങനെ ചെറുതായി പോകുമ്പോൾ കുഞ്ഞു സിഗ്നൽസ് ഒക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കും ഹാർട്ട്. അപ്പോഴേക്കും നെഞ്ചുവേന നമ്മൾ ശ്രദ്ധിക്കില്ല. അപ്പൊ ഗ്യാസ് അത് നമ്മൾ എങ്ങനെയൊക്കെ കൊണ്ടെടുക്കും. പിന്നെ കുറെ കഴിയുമ്പോൾ ഒട്ടും തന്നെ അത് പോകാതെ ആകുമ്പോൾ നന്നായിട്ട് അത് ബ്ലോക്ക് ആയിട്ട് വരും. സോ വി ഹാവ് ടു റിമൂവ് ദാറ്റ് ബ്ലോക്ക് ബൈ യൂസിങ് കൊറോണറി ആർട്ടറി ബൈപാസ് ഗ്രാഫ്റ്റിംഗ്. അപ്പൊ ബൈപാസ് സർജറിനെ നമ്മൾ കേട്ടിട്ടുള്ള ഫുൾ ഫോം ഈസ് കൊറോണറി ആർട്ടറി ബൈപാസ് ഗ്രാഫ്റ്റിംഗ്. അത് ചെയ്ത് ഈ ബ്ലോക്ക്, അതായത് ഇതിന്റെ ഈ ചുറ്റിനുള്ള ആർട്ടറീസിന്റെ ചുറ്റിനുള്ള ഈ പറയുന്ന പ്ലാക്സ് ഒക്കെ ചുരണ്ടി റിമൂവ് ഒക്കെ ചെയ്ത് കളഞ്ഞ് ആ എന്താ പറയാ ബ്ലഡിന്റെ സർക്കുലേഷൻ നല്ല രീതിയിൽ ഫ്ലോ ചെയ്യുന്ന രീതിയിലേക്ക് ആക്കി കൊടുക്കുന്ന കാര്യമാണ് ബ്ലോക്ക് മാറ്റൽ. അതാണ് കൊറോണറി ആർട്ടറി ബൈപാസ് ഗ്രാഫ്റ്റിംഗ്. അപ്പൊ ആൻജൈന പോലെയുള്ള ഇത്തരം രോഗങ്ങൾക്ക് ഉള്ള ഒരു പ്രതിവിധിയാണ് ഈ ബൈപാസ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് ഓൾസോ ഇറ്റ് ഡീൽസ് വിത്ത് സർജിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് ഹാർട്ട് ബ്ലഡ് വെസൽ. പിന്നെ മറ്റൊന്നാണ് കാർഡിയോ വാസ്കുലർ സർജറി. കാർഡിയോ വാസ്കുലർ സർജറിയും ഉണ്ട്. അതായത് സർജറി നടത്തി നമ്മുടെ എന്താ പറയാ ഹാർട്ടിലും ബ്ലഡ് വെസൽസിലും ഉണ്ടാകുന്ന പലതരത്തിലുള്ള രോഗങ്ങളെയൊക്കെ മാറ്റുന്ന ഒരു രീതിയാണ്. ഏതാണ് കാർഡിയോ വാസ്കുലർ സർജറി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ വരെ കാർഡിയോളജിയുടെ ഫസ്റ്റ് പാരഗ്രാഫ് വരെ നന്നായിട്ട് വായിച്ചു നോക്കുക. ഓക്കെ. ഇന്ന് പഠിച്ചത് മുഴുവനും ടീച്ചറിന്റെ അടുത്ത എന്റെ സമയം കഴിഞ്ഞു. വായിച്ചുകൊണ്ട് വരില്ലേ? നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി വരാം. ഇതുവരെയൊക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ? സംശയമൊന്നുമില്ലല്ലോ?